കൃപയുടെ സന്ധ്യാവേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷിക്ത കർത്തൃദാസനെയും കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നിറഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ആരാധനകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വെർച്വൽ വർഷിപ്പായിട്ടല്ല, ലിറ്ററലി ഇൻ പേഴ്സൺ പങ്കെടുക്കുന്ന ഒരു വർഷിപ്പായിട്ട് ഫീൽ ചെയ്യത്തക്കവണ്ണം കുഞ്ഞുങ്ങൾ വളരെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവത്തെ ആരാധിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായും ഈ ആരാധനയിൽ ചില ഹൃദയങ്ങൾ ദൈവത്തോട് അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചില ഹൃദയങ്ങൾ, ചില ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു എന്നുറപ്പായി വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഒരു ഹോളിലാണ് ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഇന്ന് അനേക രാജ്യങ്ങളിൽ നിന്ന്, അനേക ഇടങ്ങളിൽ നിന്ന് ഈ രാത്രികാലം ഒരുമിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അനേക രാജ്യങ്ങളിൽ, അനേക ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുവാൻ ഇത് കാരണമായിരിക്കുന്നു. ദൈവം കുഞ്ഞുങ്ങളെ അതിവിശാലമായി ശുശ്രൂഷയിൽ അവരുടെ സകല മേഖലകളിലും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിലൊക്കെയും ദൈവവചനത്തെ സ്നേഹിച്ച് കർത്തൃ സന്നിധാനത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു പ്രൊഫറ്റിക്കൽ സൂം അല്ല, ഇതൊരു ഡെലിവറൻസ് സൂം മീറ്റിംഗ് അല്ല, ഇത് ഏതെങ്കിലും ഒരു ഫാസ്റ്റിംഗ് പ്രയർ സൂം മീറ്റിംഗ് അല്ല. എങ്കിലും സഹോദരങ്ങളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നത് ഈ കാലഘട്ടത്തിലും ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും സ്നേഹിക്കുന്നവർ എത്ര അധികമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവം സമാധാനവും അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ മാസത്തിന്റെ ആരംഭ ബുധനാഴ്ച തുടങ്ങി എല്ലാ സന്ധ്യകളിലും നാം അധികാരങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ചു വരികയാണ്. ഒന്നാമത്തെ ദിനത്തിൽ അധികാരങ്ങൾ ഏതൊക്കെ വിധത്തിലുണ്ടെന്ന്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റീസ് എന്നുള്ളതിലേക്കാണ് നാം കടന്നു വന്നത്. സ്വയ അധികാരവും പകരപ്പെടുന്ന അധികാരവും എന്ന വിഷയത്തിലാണ് നാം ആരംഭിച്ചത്. പകരപ്പെടുന്ന അധികാരത്തെ മനുഷ്യന്റെ മേൽ പകരപ്പെടുന്ന അധികാരവും പിശാചിന്റെ മേൽ പകരപ്പെട്ടതും പിൽക്കാലത്ത് പിശാച് അത് കൈമാറിയതുമായ അധികാരങ്ങളെ നാം കാണുകയുണ്ടായി. ഈ ഒന്നാമത്തെ ദിനത്തിൽ ഇതിനെ വീണ്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ ദിനത്തിൽ നാം ആരംഭിച്ചതും രണ്ടാമത്തെ ദിനത്തിൽ തുടർന്നതുമായ ഒരു വിഷയമായിരുന്നു പൈശാചിക ഈവിൽ അതോറിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ പാതാളത്തിന്റെ അധികാരം, ഇരുളിന്റെ അധികാരം, സാത്താന്റെ അധികാരം, ആകാശത്തിന്റെ അധികാരം, രാജാക്കന്മാരുടെ അധികാരം, ഇങ്ങനെ നാം അധികാരങ്ങളെ കാണുകയുണ്ടായി. ഈ അധികാരങ്ങൾ ഒരു മനുഷ്യന്റെ മേൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഇമ്പാക്റ്റുകൾ, കഷ്ടതയുണ്ടാകുന്നു, നാശങ്ങൾ ചെയ്യുന്നു, വിശുദ്ധ ജനത്തെ നശിപ്പിക്കുന്നു, സമാധാനം എടുത്തു കളയുന്നു, രോഗങ്ങളെ കൊണ്ടുവരുന്നു, വാളുകൾ, യുദ്ധവും ക്ഷാമവും കൊണ്ടുവരുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു, മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്നു, വേദന കൊണ്ടുവരുന്നു, വമ്പും ദൂഷണവും പറയുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു, അന്ധകാര ശക്തികളെ, അന്യദൈവങ്ങളെ നമസ്കരിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ പൈശാചിക ശക്തികളുടെ, ഈവിൽ അതോറിറ്റീസിന്റെ വിവിധങ്ങളായ പ്രവർത്തികളെ നാം കാണുകയുണ്ടായി. എന്നാൽ ഈ ഈവിൽ അതോറിറ്റീസിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നാം കണ്ട ഭാഗം എന്നുള്ളത് വലിയ അധികാരമുള്ള ഒരു ദൂതനെ ദൈവം അയക്കുന്നതിനെ നാം ഒന്നാമത് കണ്ടു. രണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടാണ്. ആകയാൽ നാം ഈ ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടാണ്. ആകയാൽ ദൈവമക്കളായിരിക്കുന്ന നാം അധികാരങ്ങളോട് എതിർത്തു നിൽക്കുന്നവരായിരിക്കണം എന്ന് നാം കാണുകയുണ്ടായി. മൂന്നാമത്തെ ദിവസത്തിൽ നാം കണ്ടത് യേശുക്രിസ്തുവിന്റെ അധികാരത്തെ കുറിച്ചാണ് കണ്ടത്. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന്റെ വിവിധ തലങ്ങളെ നാം പഠിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരത്തിന് അനന്തരമായിട്ട് നമുക്ക് നൽകപ്പെട്ട അധികാരം എന്നുള്ള വിഷയത്തെയാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം ധ്യാനിച്ച് ആരംഭിച്ചത്. മൂന്നാമത്തെ ദിവസം നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ചത് അതിൽ ഇതായിരുന്നു, നമുക്ക് നൽകപ്പെടുന്ന അധികാരം. അതാർക്കാണ് അധികാരം നൽകപ്പെടുന്നത്? ദാസന്മാർക്കാണ് ദൈവം അധികാരം നൽകുന്നത് എന്ന് കാണുകയുണ്ടായി. അങ്ങനെയാണ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്നാമത്തെ വേദപാഠം അവസാനിപ്പിച്ചത്. ഇന്ന് രാത്രികാലം നാലാമത്തെ ദിനത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ
നമ്മുടെ അതോറിറ്റിയിൽ, നമ്മുടെ അധികാരത്തിലേക്ക് കയറുന്നതിന് മുമ്പേ, അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്, അതിലേക്ക് കയറുന്നതിന് മുമ്പേ പൈശാചിക അധികാരങ്ങളിൽ നിന്ന്, ഈവിൽ അതോറിറ്റീസിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒഴിവ് പ്രാപിക്കാം, എങ്ങനെ നമുക്ക് അതിനെ മറികടക്കാം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ വേഗത്തിൽ കൊണ്ടുപോയി നമ്മുടെ അധികാരത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പൈശാചിക അധികാരത്തിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കാം? അതിനൊന്നാമതായി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. 2 രാജാക്കന്മാർ 13:5. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തത് കൊണ്ട് അവർ അരാമ്യരുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ഇസ്രായേൽ മക്കൾ പണ്ടത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു. ഇന്ന് രാത്രികാലം ഞാൻ അതിനെ ഒന്നാമതായി കൊണ്ടുവരികയാണ്. ഒരു രക്ഷകൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ മേൽ ഒരധികാരത്തിനും സാധ്യതയില്ല. ഒരു രക്ഷകൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മേൽ ഒരു അരാമ്യ അധികാരവും ഒരു അന്ധകാര ശക്തിയുടെ അധികാരവും വാഴുകയില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു, യഹോവ ഇസ്രായേലിന് ഒരു രക്ഷകനെ കൊടുത്തു, അവരുടെ മേൽ നിന്ന് അരാമ്യരുടെ അധികാരം ഒഴിഞ്ഞുപോയി. ഇന്ന് രാത്രികാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കൊരു രക്ഷകനെ ലഭിച്ചിരിക്കുന്നു, നമുക്കൊരു കർത്താവിനെ ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട്, നമ്മുടെ രക്ഷകൻ ജീവിക്കുന്നത് കൊണ്ട് അന്ധകാരത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുവാൻ സാധ്യമായി തീരും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എന്റെ ദൈവമക്കളെ, ഏത് പൈശാചിക അധികാരങ്ങൾ, ഇരുട്ടിന്റെയും ആകാശത്തിന്റെയും പൈശാചിക മണ്ഡലങ്ങളുടെ, രാജാക്കന്മാരുടെ അധികാരങ്ങൾ നിങ്ങൾക്കെതിരെ പൊരുതുമ്പോഴും ഈ രാത്രി വിശ്വാസത്തോടെ ദൈവസന്നിധാനത്തിൽ നിന്നാട്ടെ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ കാൽവറിയിൽ ക്രൂശിതനായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരം, യേശു ക്രിസ്തു എന്ന രക്ഷകൻ മുഖാന്തരം സകല തിന്മയുടെ അധികാരങ്ങളുടെ മേലും നമുക്ക് ജയവും വിടുതലും ഉണ്ട്. ഒരു രക്ഷകനെ കൊടുത്തു എന്ന് പറയുകയാണ്. എന്നാൽ ഈ 2 രാജാക്കന്മാർ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം അവർക്കൊരു രക്ഷകനെ കൊടുത്തു എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ അല്ല, പകരമായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അയച്ചു കൊടുത്ത ഒരു രാജാവിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ അതിനകത്ത് എൻ്റെ ദൈവമക്കളോട് പേഴ്സണലി ഒരു വിഷയം പറയുകയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷകരായി എഴുന്നേൽക്കുമെങ്കിൽ, പ്രാർത്ഥനയിൽ കൂടെ ദൈവിക രക്ഷയെ ജനത്തിന് കൊടുക്കുന്നവരായി, ഉപവാസത്തിലും അഭിഷേകത്തിലും കൂടെ ദൈവിക രക്ഷയെ മറ്റുള്ളവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നവരായി നാം കാണപ്പെടുമെങ്കിൽ, നാം പൈശാചിക അധികാരങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കും. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കട്ടെ, നാം ഓരോരുത്തരും പൈശാചിക അധികാരങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കണം. ഞാനും നിങ്ങളും പൈശാചിക അധികാരങ്ങൾക്ക് ഒരു വെല്ലുവിളിയായിരിക്കണം. രണ്ടാമതായി, എന്താണ് അന്ധകാര അധികാരങ്ങളിൽ നിന്ന് ഒഴിവ് പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഉണ്ടാകേണ്ടതായ വിഷയം? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിച്ചതാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ പറയുകയാണ്, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഒരു മനുഷ്യൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മാത്രമേ, സ്തോത്രം, അവന്റെ മേൽ പിശാചിന്, ഈവിൾ അതോറിറ്റിക്ക് അവന്റെ മേൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിക്കുന്ന കാലത്ത് മാത്രമേ ഒരു ഈവിൾ അതോറിറ്റിക്ക് അവന്റെ അതോറിറ്റി നമ്മുടെ മേൽ, ഒരു മനുഷ്യന്റെ മേൽ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ എന്താണ് ഈ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു എന്ന് പറയുന്ന അവസ്ഥ? നമ്മൾ എപ്പോഴും പറയും പാപത്തിൽ മരിച്ചു പാപത്തിൽ മരിച്ചവരായിരുന്നു എന്ന്. എന്താണ് ഒരു മനുഷ്യൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു എന്ന് പറയുന്ന അവസ്ഥ? സ്നാനപ്പെട്ടവരെല്ലാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച അവസ്ഥയിൽ നിന്ന് മാറിയോ? അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ, 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥ. 3-ാം വാക്യം, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്നു. ഒരു മനുഷ്യൻ ജഡത്തിന്റെ മോഹങ്ങളിൽ,
അക്കോർഡിംഗ് ടു ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, അവൻ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടന്നാൽ, അവന്റെ ഒരു മനുഷ്യന്റെ രണ്ട് മോഹങ്ങളാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ഇഷ്ടങ്ങളാണുള്ളത്. ഒന്ന് ആത്മാവിന്റെ ഇഷ്ടം, രണ്ട് ജഡത്തിന്റെ ഇഷ്ടം. ആത്മാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നവനിൽ ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കപ്പെടത്തില്ല. ജഡത്തിന്റെ മോഹം നിവർത്തീകരിക്കുന്നവനിൽ ആത്മാവിന്റെ ഇഷ്ടവും നിവർത്തീകരിക്കപ്പെടത്തില്ല. അങ്ങനെയെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു മനുഷ്യന്റെ അകത്ത് അന്ധകാര ശക്തികളുടെ അധികാരം നിറവേറത്തില്ല. ജഡമോഹങ്ങളിൽ നടന്നു. അടുത്തത്, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്തു. ജഡം കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത് പറയുകയാണ് ഇമോഷൻസ് ഓഫ് ദ മൈൻഡ്. ഒരു മനുഷ്യനെ ഗൈഡ് ചെയ്യാവുന്ന, ഒരു മനുഷ്യനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന മൂന്ന് സംഗതികൾ അവന്റെ അകത്തുണ്ട്. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു മനുഷ്യനെ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന, ലീഡ് ചെയ്യാൻ കഴിയുന്ന മൂന്ന് സിസ്റ്റം ഒരു മനുഷ്യനിലുണ്ട്. ഒന്ന് അവന്റെ ബോഡി, രണ്ട് അവന്റെ മൈൻഡ്, മൂന്ന് അവന്റെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, സ്പിരിറ്റ്. സ്പിരിറ്റ് ലീഡിങ് മനുഷ്യനുണ്ട്, മൈൻഡ് ലീഡിങ് മനുഷ്യനുണ്ട്, ബോഡി ലീഡിങ് മനുഷ്യനുണ്ട്. ഒരു മനുഷ്യനെ ഫ്ലഷ് ലീഡ് ചെയ്യാം, മൈൻഡ് ലീഡ് ചെയ്യാം, സ്തോത്രം, ഒരു മനുഷ്യനെ സ്പിരിറ്റ് ലീഡ് ചെയ്യാം. ഇന്ന് രാത്രികാലം നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, നിങ്ങളെ മൈൻഡാണോ ലീഡ് ചെയ്യുന്നത്, ബോഡിയാണോ, ഫ്ലഷ് ആണോ ലീഡ് ചെയ്യുന്നത്, സ്തോത്രം, സ്പിരിറ്റ് ആണോ നിങ്ങളെ ലീഡ് ചെയ്യുന്നത്? എന്റെ സഹോദരങ്ങളെ, ഞാൻ വെറുതെ ഒരു ഏറ്റവും നിസ്സാരമായ ഒരു വിഷയം പറയാം. നിങ്ങളെ ഒരാള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, നിങ്ങൾ അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, നിങ്ങൾ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പൂർണ്ണമായി ഫ്ലഷ് കൺട്രോൾഡ് വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അവയാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ തിരിച്ചൊരു മറുപടി പറയുകയോ തിരിച്ചൊരു അടി കൊടുക്കുകയോ ചെയ്യും. അതാണ് ഫ്ലഷ് കൺട്രോൾഡ് മാൻ. എന്നാൽ അങ്ങനെ ചെയ്യത്തില്ല, ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെ ചെയ്യത്തില്ല. അവർ മിണ്ടാതെ ഇരിക്കും. മിണ്ടാതെ ഇരുന്ന് മനസ്സിൽ അത് ഉൾക്കൊള്ളും. അതിനെ അവിടെ വെച്ച് അടിച്ചാൽ നാണം കേടാ, അവിടെ വെച്ച് രണ്ട് തിരിച്ചു പറഞ്ഞാൽ നാണം കേടാ. അതുകൊണ്ട് അത് മനസ്സിനകത്ത് ഒതുക്കും. മനസ്സിനകത്ത് ഒതുക്കിയിട്ട് പരുവം കിട്ടുമ്പോൾ, തരം കിട്ടുമ്പോൾ പറയുവാൻ തക്കവണ്ണം, ഇതിന് പ്രതികാരം ചെയ്യുവാൻ തക്കവണ്ണം മനസ്സ് അത് സൂക്ഷിക്കും. അതാണ് മൈൻഡ് ഗെയിം. സ്തോത്രം. ഫ്ലഷ് അല്ല അവിടെ, മൈൻഡാണ് വ്യാപരിക്കുന്നത്. ഒരു എന്നെ ഒരാളെ പരിഹസിക്കുന്നു, ഞാൻ ഒറ്റയടിക്ക് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു സ്പിരിച്വൽ മാൻ അല്ല. മനുഷ്യൻ നോക്കുമ്പോൾ പാസ്റ്റർ ഭാവം ഒന്നും മിണ്ടാതെ പോയി എന്ന് പറയും. ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ മനസ്സിനകത്ത് ഇവനെ എവിടെ ഇട്ട് തിരിച്ചു പണി കൊടുക്കാമെന്ന് ചിന്തിച്ചാണ് ഞാൻ പോകുന്നതെങ്കിൽ അതൊരിക്കലും സ്പിരിറ്റ് കൺട്രോൾഡ് അല്ല, അത് മൈൻഡ് കൺട്രോൾ ആണ്. ഒരു മനുഷ്യൻ മൈൻഡിനാൽ കൺട്രോൾ ചെയ്യപ്പെടാം, ഒരു മനുഷ്യൻ ഫ്ലഷിനാൽ കൺട്രോൾ ചെയ്യപ്പെടാം, എന്നാൽ ഒരു മനുഷ്യൻ സ്പിരിറ്റിനാൽ കൺട്രോൾ ചെയ്യപ്പെടാം. സ്പിരിറ്റിനാൽ കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒരു സമാധാനം തരും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് പറഞ്ഞ് പോകുവാൻ കഴിയും. വീട്ടിലൊക്കെ പണ്ടുകാലത്ത് വഴക്കുണ്ടാവുന്ന സമയത്ത് പ്രായമുള്ളവരൊക്കെ പറയുന്ന ഒരു ഭാഗം നമ്മൾക്കൊക്കെ ഓർമ്മ കാണും. എന്റെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്, നോക്കിക്കോണോന്ന്. സ്തോത്രം. എന്റെ പിടി വിട്ട് നിൽക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പിള്ളേർ പറയുന്ന ഒരു ഭാഷയാണ്, എന്റെ പിടി വിട്ട് നിൽക്കുക കേട്ടോ എന്ന് പറയും. സ്തോത്രം. നിങ്ങൾക്ക് അത്ര പരിചയമില്ലായിരിക്കാം. ഇവിടെ പറയുന്നതാണ്, ഇവിടെ പിടിവിട്ട് നിൽക്കുകയാണെന്ന് പറയും. ഇവരുടെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് മൈൻഡിനകത്താണ്. ഇവരുടെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സുകൊണ്ടാണ്. എന്നാൽ മൈൻഡ് കൊണ്ട് സ്വഭാവം പിടിച്ചു നിർത്തുന്ന ഒരുത്തൻ 3 ദിവസം കോപിക്കാതിരിക്കും, 6 ആഴ്ച കള്ളു കുടിക്കാതിരിക്കും, 2 മാസം സിഗരറ്റ് വലിക്കാതിരിക്കും. അതിന്റെ ഒരു ഇത് കഴിയുമ്പോൾ അവന്റെ മൈൻഡിന്റെ കപ്പാസിറ്റി വിട്ടുപോകുമ്പോൾ ഇത് മാറും. നന്നായി കള്ളു കുടിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ട് കുടി നിർത്തണമെന്ന് പറഞ്ഞാൽ അയാൾ പറയും, ഞാൻ വേണോന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ കുടിക്കാതിരിക്കും, എനിക്ക് ഇത് ഇങ്ങനെ അഡിക്ഷൻ ഒന്നുമല്ല, ഞാൻ വേണമെങ്കിൽ കുടിക്കാതിരിക്കും എന്ന് പറയും. ശരിയാണ്, 2 ആഴ്ച കുടിക്കാതിരിക്കും. പക്ഷെ 3-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കുള്ള മൈൻഡിന്റെ പിടിവിടും, അയാള് വീണ്ടും അത് കുടിക്കാൻ തുടങ്ങും. അപ്പൊ മൈൻഡ് കൺട്രോൾ. പക്ഷേ ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് ഈ മദ്യവുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെടും. സോ ഡിസേൺ യുവർ സെൽഫ്. ഫ്ലഷ് കൺട്രോൾഡ് മാൻ, സ്പിരിറ്റ് കൺട്രോൾ, മൈൻഡ് കൺട്രോൾഡ് മാൻ, സ്പിരിറ്റ് കൺട്രോൾഡ് മാൻ. അതിനാൽ ഇവിടെയാണ് പറയുന്നത്, നാം ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായുള്ളത് ചെയ്ത് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആമേൻ. ഒരു നമ്മളിൽ ഒരു നാച്ചുറൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മളിൽ കടന്നു വരുന്നതെങ്കിൽ പ്രകൃതി ആ കോപത്തിന്റെ മക്കൾ. നമ്മളൊരു നാച്ചുറൽ ബീയിങ്സ് ആണെങ്കിൽ നിശ്ചയം പൈശാചിക അധികാരങ്ങൾക്ക് നമ്മുടെ മേൽ സ്വാധീനമുണ്ടാകും. നാച്ചുറൽ ബീയിങ്സ്.
ഇസ്രായേലിന്റെ പ്രശ്നം അതായിരുന്നു. ഇസ്രായേൽ ചെങ്കടലിൽ വന്നു, വഴിയടഞ്ഞു, അവർ പേടിച്ചു. നാച്ചുറൽ. അവർ 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അലഞ്ഞു. കുടിക്കാൻ കണ്ട വെള്ളം കയ്പായിരുന്നു. അവർ പിറുപിറുത്തു. അവരതിൽ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ. 3 ദിവസം വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ കറങ്ങി നടന്ന് മനുഷ്യന്റെ തൊണ്ട വരണ്ട്, അവന് നിൽക്കാൻ ബലമില്ലാതെ അവൻ വെള്ളം കുടിക്കാൻ ചെന്നപ്പം കയ്പ്. ആർക്കായാലും ദേഷ്യം വരത്തില്ലേ? എന്തിന് 3 ദിവസത്തെ കാര്യം പറയുന്നു? എന്റെ സഹോദരങ്ങളെ, എന്റെ കാര്യം ഞാൻ പറയാം. 1 ദിവസം വെള്ളം കുടിക്കാൻ കിട്ടാതെ വെയിലത്തൂടെ നടന്നു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് ആകമാനം ഒന്ന് ഇറിറ്റേറ്റ് ആകും. ദൈവമേ, ഒരു തുള്ളി വെള്ളമില്ലല്ലോ, എന്തൊരു കഷ്ടം പിടിച്ച ഇടപാടാണെന്ന് ഞാൻ പറഞ്ഞു പോകും. ഞാനെന്നല്ല, നമ്മൾ എല്ലാവരും. അങ്ങനെ ഇരിക്കാൻ ഇസ്രായേൽ 3 ദിവസം വെള്ളം കിട്ടാതെ നടന്ന് മാറയിലെത്തി. ഈ 3 ദിവസവും അവര് പിറുപിറുത്തില്ല. കണ്ടോ, 3 ദിവസം വെള്ളം കിട്ടാതിരുന്നിട്ട് അവർ പിറുപിറുത്തില്ല. അവര് വിശ്വാസത്തോടെ നടന്നു. പക്ഷെ മാറയിലെത്തി, അത് കയ്പായപ്പോ അവരുടെ പിടികിട്ടു. അപ്പൊ അവര് എന്തായിരുന്നു? മൈൻഡ് കൺട്രോൾഡ് വ്യക്തികളായിരുന്നു. പക്ഷെ മോശെ അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, സ്പിരിറ്റ് കൺട്രോൾഡ് വ്യക്തിയായിരുന്നു. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നമ്മൾ മൈൻഡിന്റെ ബലത്തിൽ നേരിടുകയല്ല. ഇന്ന് ഈ യോഗ, ധ്യാനം, വിവിധങ്ങളായ ശീർഷാസനം, പലവിധമായ ആസനങ്ങളിൽ കൂടെ കടന്നു പോകുന്നതായിട്ടുള്ള മെഡിറ്റേഷൻ, ഇത് മുഴുവൻ മൈൻഡിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. ക്രിസ്ത്യാനിറ്റി മൈൻഡിനെ ബലപ്പെടുത്തുന്നതല്ല. ക്രിസ്ത്യാനിറ്റി മൈൻഡിനെ കൂടെ സ്പിരിറ്റിന്റെ അതോറിറ്റിക്കകത്തേക്ക്, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കകത്തേക്ക്, സ്തോത്രം, മൈൻഡിനെയും ബോഡിയെയും കൊണ്ടുവരുന്നതാണ്, സ്തോത്രം, ഈ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. സോ നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നവരല്ല, മൈൻഡിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സറണ്ടർ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ജഡത്തെയും മൈൻഡിനെയും, ഫ്ലഷിനെയും മൈൻഡിനെയും, ജഡത്തിനെയും മനസ്സിനെയും അനുസരിച്ച് നടക്കുകയും, സ്തോത്രം, പ്രകൃതിയ സ്വഭാവങ്ങളുമായി നടക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന്റെ മേൽ ഈവിൾ അതോറിറ്റീസ് സ്വാധീനം ചെയ്യുന്നത്. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, നാം ദൈവ കൃപയാലുള്ള രക്ഷ പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ അന്ധകാര അധികാരങ്ങളിൽ നിന്ന് നാം ഒഴിവ് പ്രാപിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടാലേ അന്ധകാര അധികാരങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടാകത്തുള്ളൂ. ഞാൻ ആവർത്തിക്കട്ടെ, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ, ക്രിസ്തുവിനോടുകൂടെ റിസറക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് ഈ അന്ധകാര അധികാരങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവരായിരിക്കണം. എന്താണ് ക്രിസ്തുവിനോടുകൂടെയുള്ള മരണം? റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 2 തുടങ്ങി വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ യേശുവിന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ ശരീരത്തോടും നാം ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. 8-ാം വാക്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്ത് മനോഹരമായിട്ടാണ് പറയുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? സ്തോത്രം. രക്ഷാവാചകം ഏറ്റപ്പോഴുള്ള രക്ഷയെ കുറിച്ചല്ല
പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് ഇവിടെ പറയുന്ന രക്ഷ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. എന്താണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഒന്ന്, അവൻ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. അതിന് അവൻ സ്നാനമേൽക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരാരെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരഭിഷക്തന്റെ കൈക്കീഴിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട്, നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലുമല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട്, നിങ്ങൾ വായ് കൊണ്ട് കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞിട്ട് നിങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ അപ്പച്ചനോ അമ്മാച്ചനോ നിങ്ങൾക്ക് വേണ്ടി രക്ഷാവാചകം ഏറ്റുപറഞ്ഞോ എന്നുള്ളതല്ല വിഷയം. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട്, നിങ്ങൾ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുവാനും കഴിയുകയില്ല. ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുക. എന്താണ് ക്രിസ്തുവിനോടുകൂടെയുള്ള ഉയർപ്പ്? റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ റോമാലേഖനത്തിൽ തന്നെ പറയുകയാണ്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് കൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. അപ്പൊ യേശുവിനോട് കൂടെ മരിക്കുന്നത് അത് സ്നാനമാണെങ്കിൽ, യേശുവിന്റെ പുനരുദ്ധാനത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ രക്ഷയായി പറയുന്നത്. റിസീവ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബി റിസറക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഒരു മനുഷ്യൻ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നു. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കാളിയാകുന്നു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? ഒരു മനുഷ്യൻ സ്നാനപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകുന്നു. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉയർപ്പിൽ പങ്കാളിയാകുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും അത് കൃപയാലുള്ള ഒരു രക്ഷ എന്നാണ് പറയുന്നത്. സ്തോത്രം. ആകയാൽ ഒരു മനുഷ്യൻ ഈവിൽ അതോറിറ്റീസിൽ നിന്ന് രക്ഷ പ്രാപിക്കുക, ഞാൻ ഒത്തിരി ശാന്തമായിട്ടാണ് പറയുന്നത്, ഈവിൽ അതോറിറ്റീസിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഒന്ന്, അവനൊരു രക്ഷകൻ വേണം. രണ്ട്, അവൻ കർത്താവിനോടുകൂടെ ഉയർക്കപ്പെടുന്ന, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. 3-4 ഭാഗങ്ങൾ ഞാൻ വ്യക്തികളെ പറഞ്ഞു പോവുകയാണ്, വാക്യങ്ങളിലേക്ക് കടക്കുന്നില്ല. മൊർദെഖായി എന്ന മനുഷ്യൻ എസ്തേറിന്റെ കാലത്ത്, എസ്തേറിന്റെ പുസ്തകകാലത്ത്, അല്ലെങ്കിൽ യഹൂദന്റെ റിസ്റ്റോറേഷന്റെ കാലത്ത് മൊർദെഖായി എന്ന മനുഷ്യനെതിരായി ഒരു ഈവിൾ അതോറിറ്റി പേർഷ്യൻ സാമ്രാജ്യത്തിൽ പൊങ്ങി വന്നു. ആ ഈവിൾ അതോറിറ്റിയുടെ പേർ ഹാമാൻ എന്നായിരുന്നു. ഈ ഈവിൾ അതോറിറ്റിയെ മൊർദെഖായി ഒരിക്കലും സല്യൂട്ട് ചെയ്തിരുന്നില്ല. ഈ ഈവിൾ അതോറിറ്റിയെ മൊർദെഖായി ഒരിക്കലും കീഴടങ്ങി കൊടുത്തിരുന്നില്ല. ആകയാൽ ഈ ഈവിൾ അതോറിറ്റി മൊർദെഖായിക്ക് എതിരായി തീർന്നു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പലപ്പോഴും നമ്മുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പെന്തക്കോസ്തുകാർക്ക് ഈ പോരാട്ടമൊക്കെ ഉണ്ടല്ലോ, ദൈവമക്കൾക്ക് ഈ പോരാട്ടമൊക്കെ ഉണ്ടല്ലോ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന എത്രയോ പേരുണ്ട്, ഞങ്ങളുടെ കൂടെ പഠിച്ച എത്രയോ പേരുണ്ട്, അവർക്കാർക്കും ഈ പോരാട്ടമൊന്നുമില്ലല്ലോ. ഹാമാൻ ആകെ പ്രശ്നം മൊർദെഖായിയുടെ. ബാക്കി എല്ലാവരും ഹാമാന്റെ അതോറിറ്റിയെ ഒതുങ്ങിക്കൊടുക്കുന്നവരായിരുന്നു. പക്ഷെ മൊർദെഖായി ഹാമാന്റെ അതോറിറ്റിയെ ഒതുങ്ങിക്കൊടുത്തില്ല. വാസ്തവത്തിൽ മാനുഷിക കാഴ്ചപ്പാടിൽ ഇന്ന് നമ്മുടെ സഭയിലെ വിശ്വാസിയായിരുന്നു മൊർദെഖായി എങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എന്ന് പറഞ്ഞതിനെ അങ്ങനെ ഇച്ചിരി വട്ടു കൂടുതലാന്ന് പറഞ്ഞത്. കാരണം മൊർദെഖായി അവിടുത്തെ ഒരു സാധാരണ ഗേറ്റ് കീപ്പറാണ്. ആ പട്ടാളത്തിലെ ഒരു സാധാരണ ഗേറ്റ് കീപ്പർ സോൾജിയർ ആണ്, ഒരു സാധാരണ പട്ടാളക്കാരനാണ്. ഹാമാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിനിസ്റ്ററാണ്. ഒരു മിനിസ്റ്ററെ കാണുമ്പോൾ ഒരു കോൺസ്റ്റബിളിന് സല്യൂട്ട് അടിച്ച ഏതാണ്ട് നഷ്ടം വരുമോ? പക്ഷേ മൊർദെഖായി അടിച്ചില്ല. കാരണം മൊർദെഖായിയുടെ അകത്തു കിടക്കുന്ന ദൈവിക വിളിയുടെ ദൈവിക ബോധ്യം, താൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ആ ഈവിൽ അതോറിറ്റീസിന് ഒതുങ്ങിക്കൊടുക്കാൻ മനസ്സില്ലായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് മൊർദെഖായിക്കെതിരായി
ഹാമാൻ പ്രവർത്തിക്കുവാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും പറയും പെന്തക്കോസുകാർക്ക് ഈ പോരാട്ടമൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പോരാട്ടമൊക്കെ ഉണ്ടല്ലോ. ഉള്ളൂ ദൈവമക്കളെ, അവന്റെ അധികാരത്തിന് കീഴടങ്ങി കൊടുക്കുന്നവർക്ക്, കഴുത്ത് വളച്ചു കൊടുക്കുന്നവരെ അവൻ ഒരിക്കലും എതിർക്കത്തില്ല. അവൻ അവരുടെ മേളിൽ മുഖം വെച്ച് ഊഴിയവേല ചെയ്യിക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. എന്റെ സഹോദരങ്ങളെ, മോർദെഖായിയെ ഹാമാൻ ജയിച്ചില്ല. മോർദെഖായും ഹാമാനും തമ്മിൽ ഒരു ഭയങ്കര ഫൈറ്റ് ഉണ്ടായി. വാസ്തവത്തിൽ പറഞ്ഞാൽ രണ്ട് അതോറിറ്റീസ് തമ്മിൽ അവിടെ കിടന്ന് അവിടെ യുദ്ധം ഉണ്ടാവുകയായിരുന്നു. ഈവിൽ അതോറിറ്റിയും ഗോഡ്സ് അതോറിറ്റിയും. ദൈവിക അധികാരത്തിൽ നിൽക്കുന്ന മോർദെഖായും, സ്തോത്രം, പൈശാചിക അധികാരത്തിൽ നിൽക്കുന്ന ഹാമാനും തമ്മിൽ യുദ്ധം നടക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവിടെ പോരാട്ടം ജഡരക്തങ്ങൾ തമ്മിലായിരുന്നില്ല, ഹാമാനും മോർദെഖായും തമ്മിലായിരുന്നില്ല. ആ യുദ്ധം അന്ധകാര മണ്ഡലവും ദൈവജനവും തമ്മിലായി. അതുകൊണ്ട് മോർദെഖായിയെ കൊല്ലുവാനല്ല പിന്നീട് ഹാമാൻ പദ്ധതി ഇടുന്നത്, യഹൂദൻ എന്ന ജനതയെ മുഴുവൻ നശിപ്പിക്കുവാനാണ്. യഹൂദൻ എന്ന ജനതയെ നശിപ്പിക്കുവാൻ ഹാമാൻ തെരഞ്ഞെടുക്കുന്ന ദിവസം പൂരെന്ന ചീട്ടിട്ട് അവനൊരു നല്ല ദിവസം നോക്കി അകൽ അന്ധകാര ശക്തികളുടെ കൈസഹായത്തോടുകൂടെയാണ് ഇവൻ ഈ യഹൂദനെ നശിപ്പിക്കുവാനായി ദിവസം നിർണയിക്കുന്നത്. ഒരിടത്ത് സൈറ്റനിക് അതോറിറ്റി, മറ്റൊരിടത്ത് ഗോഡ്സ് കിങ്ഡം. ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന യഹൂദനും ഈ അന്ധകാര ശക്തിയും തമ്മിൽ യുദ്ധമാണ്. ഈ അന്ധകാര ശക്തി കൈകളിൽ എടുത്തിരിക്കുന്നത് ഹാമാൻ എന്നുള്ള ഒരൊറ്റ മനുഷ്യനെയാണ്. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്നൊരു ദൈവമക്കളോട് ഒരു ഡിസേണിങ്ങിന് വേണ്ടി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്കെതിരെ ഒരു മനുഷ്യനായിരിക്കും എഴുന്നേൽക്കുന്നത്. കമ്പനിയിൽ, ദേശത്തിൽ, അയൽപക്കത്തിൽ ഒരൊറ്റ മനുഷ്യനായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, ആ മനുഷ്യന്റെ പുറകിൽ ഒരു വലിയ അതോറിറ്റി, ഒരു വലിയ സാമ്രാജ്യം മുഴുവനും കണ്ടേക്കാം. ആ സാമ്രാജ്യത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കാം, ആ സാമ്രാജ്യത്തിന്റെ ഒരു ചാവേറായിരിക്കാം ഈ മനുഷ്യനെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ആകയാൽ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വന്നാൽ, ഞങ്ങൾ ശുശ്രൂഷകർക്ക് നേരെ ഒരു വിശ്വാസിക്ക് അകത്തുകൂടെ ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നാൽ, ഒരു വിശ്വാസിയുടെ വേഷം ധരിച്ച ഒരു വ്യക്തി എഴുന്നേറ്റ് വന്നാലും അവന്റെ പിമ്പിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിനെ തിരിച്ചറിഞ്ഞ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? യുദ്ധം ചെയ്യാവൂ. നിങ്ങൾക്കെതിരായി നിരന്തരം പോരടിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവന്റെ പിമ്പിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് ഒരു പക്ഷേ സൈറ്റനിക് അതോറിറ്റീസ് അല്ല, ഒരു പക്ഷേ എന്നല്ല, അതൊരു സൈറ്റനിക് അതോറിറ്റിയുടെ ഒരു ഗാങ് ആയിരിക്കാം അവനെ തൂണ്ടിവിടുന്നത്. ഇവിടെ മോർദെഖായി വിധം സേരസ് എന്ന് പറയുന്ന ഹാമാന്റെ ഭാര്യ, ഈ പൈശാചിക കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഹാമാനെ നോക്കിയിട്ട് സേരേസ് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഞാൻ പറയുന്നു, ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന യഹൂദനെ ജയിക്കത്തുള്ളൂ, പൈശാചിക രാജ്യം ജയിക്കത്തില്ല എന്ന് പറയുകയാണ്. സേരേസ് രണ്ട് വ്യക്തികളെ തമ്മിലുള്ള യുദ്ധമല്ല അവിടെ പറയുന്നത്. യഹൂദൻ എന്ന് പറയുന്ന ദൈവരാഷ്ട്രവും ഹാമാന്റെ പിമ്പിലുള്ള പൈശാചിക രാഷ്ട്രവും തമ്മിലുള്ള യുദ്ധത്തെ കണ്ടിട്ട് സേരേസ് ഒരു പ്രവാചകിയെ പോലെ പറയുകയാണ്, അവൻ യഹൂദനാണ്, നീ അവനെ ജയിക്കത്തില്ല. എന്നാ ഇത് യഹൂദനായത് കൊണ്ട് മാത്രമല്ല മോർദെഖായി ഹാമാനെ കീഴ്പ്പെടുത്തിയത്. സേരേസ് പറയുകയാണ്, അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. പക്ഷെ മോർദെഖായി ഇവനെ തോൽപ്പിക്കുമെന്ന് എപ്പോഴെങ്കിലും സേരേസ് പറഞ്ഞില്ല. സേരേസ് പറഞ്ഞത്, നിനക്ക് ദൈവരാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ സമനിലയാകും, ആയുഷ്കാലമെല്ലാം നിങ്ങൾ ഇടിച്ചു നിൽക്കുമെന്നേ സേരേസ് പറഞ്ഞുള്ളൂ. എന്നാൽ മോർദെഖായി എസ്തേർ ഉപവസിക്കാൻ കയറി. അവർ ഉപവാസത്തിന്റെ ദിനരാത്രങ്ങളിൽ ദൈവസന്നിധിയിലിരുന്നു. യഹൂദൻ മുഴുവനും യഹൂദന്മാരിൽ കഴിയുന്നവരെല്ലാം രഹസ്യമായിട്ട് ഉപവസിക്കാൻ തുടങ്ങി. എസ്തേറും തോഴിമാരും രഹസ്യമായിട്ട് ഉപവസിക്കാൻ തുടങ്ങി. ഉപവാസത്തിന് അനന്തരം സംഭവിച്ചത് എന്താണ്? പ്രാർത്ഥനയ്ക്ക് അനന്തരം സംഭവിച്ചത് എന്താണ്? സഹോദരങ്ങളെ, നമുക്കറിയാം. സ്തോത്രം. ഈ ഹാമാന്യ അധികാരത്തെ ദൈവം തകർത്തെറിഞ്ഞുകൊണ്ട് മോർദെഖായി യഹൂദനും ഹാമാന്യ അധികാരത്തിൽ നിന്ന് ഒഴിവ് പ്രാപിച്ചു. എങ്ങനെ? ഉപവാസത്താലും പ്രാർത്ഥനയാലും. ഉപവാസത്താലും പ്രാർത്ഥനയാലും. എങ്ങനെ പൈശാചിക അധികാരങ്ങളിൽ നിന്ന് ഒഴിയാം? ഒന്ന്, യേശുക്രിസ്തു എന്ന രക്ഷകൻ മുഖാന്തരം. രണ്ട്, നമുക്ക് ലഭിച്ച സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും. മൂന്ന്, ഉപവാസത്താലും പ്രാർത്ഥനയാലും. നാല്, സ്തോത്രം, മറ്റൊരു സംഭവത്തിലേക്ക് കൊണ്ടുപോകാം, ഞാൻ വാക്യത്തിലേക്ക് കടക്കുന്നില്ല. ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, സ്തോത്രം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ അതെല്ലാം വിട്ടിട്ട് ദാനിയേൽ 6-ാം അധ്യായത്തിലെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവിടെ ദാനിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ
അദ്ദേഹം 120 സംസ്ഥാനങ്ങൾക്ക് അധിപതിയായ മൂന്ന് ഗവർണർമാർക്ക് മീതെ ഒരു സിംഹാസനത്തിലേക്ക് അവരോധിക്കപ്പെടുവാനുള്ള സമയമാകുമ്പോൾ ശക്തമായ എതിർപ്പ് നേരിടുകയാണ്. അവിടെ ദാനിയേലിനെതിരായി ഒരു അധികാരം ഉയർന്നു വരികയാണ്. ആ അധികാരം എത്ര പേരാണെന്നറിയാമോ? ആ സംസ്ഥാനത്തെ പ്രധാന ദേശാധിപതിമാരെല്ലാം ദാനിയേലിനെതിരായി നിൽക്കുകയാണ്. ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ഇട്ടു. എന്നാൽ പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ദാനിയേലിന്റെ ഗുഹയുടെ അരികത്ത് വന്ന ദാനിയേലെ എന്ന് വിളിച്ച രാജാവ് മൃദുസ്വരം ദാനിയേലിന്റെ മറുപടി കേട്ടു. ദാനിയേലിന്റെ അടുക്കൽ ചോദിച്ചു, ദാനിയേൽ, നിന്നെ എങ്ങനെയാണ് സിംഹങ്ങൾ കേടുവരുത്താതിരുന്നത്? പൈശാചിക മണ്ഡലങ്ങളിലെ അധികാരം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞിട്ടും നീ എങ്ങനെയാണ് പിടിച്ചു നിന്നത്? ദാനിയേൽ കണ്ണുകൾ ഉയർത്തി ഉറക്കം നിന്ന് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം, ഞാൻ രാജാവെ തിരുസന്നിധിയിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിലും ഞാൻ കുറ്റമില്ലാത്തവൻ. നിർമ്മലമായ മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനെ, കൈകൾ വെടിപ്പുള്ള ഒരു മനുഷ്യനെ, പരമാർത്ഥ ഹൃദയമുള്ള ഒരു മനുഷ്യനെ, നീതിയും വിശുദ്ധിയുമുള്ള ഒരു മനുഷ്യനെ ഒരധികാരത്തിന് നശിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കാൻ, നിങ്ങളുടെ നീതിക്ക് ഒരു വിലയുണ്ട്, നിങ്ങളുടെ വിശുദ്ധിക്ക് ഒരു വിലയുണ്ട്, നിങ്ങളുടെ ഇന്റഗ്രിറ്റിക്ക് ഒരു വിലയുണ്ട്, നിങ്ങളുടെ പരമാർത്ഥതയ്ക്ക് ഒരു വിലയുണ്ട്. ദൈവം അത് നിങ്ങൾക്കൊരു സംരക്ഷണമാക്കും. ഞാൻ ആവർത്തിച്ച് 4 കാര്യങ്ങളെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്ന്, evil authorities to be away from, to be escaped from, to overcome evil authorities. അന്ധകാര ശക്തികളെ ജയിക്കുവാൻ ഒന്ന്, നമുക്കൊരു രക്ഷകൻ വേണം. 2, സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നാം പ്രാപിച്ചവരായിരിക്കണം. 3, ഉപവാസവും പ്രാർത്ഥനയും നമുക്കുണ്ടായിരിക്കണം. 4, നമ്മൾ കുറ്റമില്ലാത്ത കൈയും പരമാർത്ഥ ഹൃദയവും നിർമ്മലതയും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ ഈ നിർമ്മലതയെ നാം കാത്ത് സൂക്ഷിക്കുന്നവരായിരിക്കണം. പ്രാഗൽഭ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ അതിന് ബോൾഡ്നെസ് എന്നൊരു ഒറ്റ വാക്കാണ് പറയുന്നത്. പക്ഷേ ബോൾഡ്നെസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും മലയാളത്തിലാണ് അത് അത്ര മനോഹരമായ ആ ഒരു വാക്ക്. അതിന് തത്തുല്യമായ ഒരു പദം മറ്റു പല ലാംഗ്വേജിലും നമുക്ക് കാണാൻ കഴിയത്തില്ല. പ്രാഗൽഭ്യം എന്ന് പറയുന്ന ഒരു പദം. എൻ്റെ സഹോദരങ്ങളെ, പ്രാഗൽഭ്യം നമുക്കുണ്ടാകണം. അത് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ധൈര്യം ഉണ്ടാകണം എന്ന് പറയുന്നതിനെക്കാട്ടിലും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാൻ പ്രാഗൽഭ്യം ഉണ്ടാകണം. പ്രാഗൽഭ്യമുള്ള ഒരുത്തനെ ഒരു പൈശാചിക അധികാരങ്ങൾക്കും തൊടുവാൻ കഴിയത്തില്ല. 4 പോയിന്റുകളെ പറഞ്ഞു. ഇന്ന് രാത്രികാലം നമ്മുടെ അധികാരത്തിലേക്ക് കടന്നു വരാം. ഇനിയുള്ള സമയം ഒരു അല്പം വേഗതയിൽ പോകാം. എങ്കിലും നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ വിഷയങ്ങളെ തീർക്കുവാൻ കഴിയുള്ളൂ. ഇത് നമ്മളുടെ വേദപഠന പരമ്പരയുടെ അവസാന രാത്രിയാകുന്നുവല്ലോ. സ്തോത്രം. നമ്മുടെ അധികാരങ്ങളിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഇന്ന് രാത്രി പഠിച്ച ആദ്യത്തെ വിഷയത്തെ നിങ്ങൾ ഓർക്കണം. പൈശാചിക അധികാരികളെ ജയിക്കുവാൻ നമുക്കുണ്ടാകേണ്ട 4 വിഷയങ്ങൾ. രക്ഷകൻ, സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച രക്ഷ. 3, സ്തോത്രം, ഉപവാസവും പ്രാർത്ഥനയും, മോർദെഖായിയെ പോലെ, എസ്തറിനെ പോലെ. 4, ദാനിയേലിനെ പോലെ നിർമ്മല മനസ്സാക്ഷി. നമ്മൾ ഇന്ന് അടുത്തതായിട്ട് നമ്മൾക്ക് നൽകപ്പെടുന്ന അതോറിറ്റിയാണ് കടന്നു വരുന്നത്. അതിനൊന്നാമതായി വീണ്ടും നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിലേക്ക് തന്നെ കടന്നു പോകാം. അവിടെ എസ്തറിന് നൽകപ്പെടുന്ന യഹൂദന് നൽകപ്പെടുന്ന ഒരു അധികാരം. ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിച്ചു കയറട്ടെ. ആ ഒരു അധികാരത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. എസ്തറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചു കൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് ദൈവം ഒരു അധികാരം ഇമ്പാർട്ട് ചെയ്യുകയാണ്, ഒരു അധികാരം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി അധികാരം? ഒന്നാമത് പറയുകയാണ്, അതത് പട്ടണത്തിലെ യഹൂദന്മാർക്ക് ഒന്നിച്ചു കൂടുവാൻ. സ്തോത്രം. അതൊരു അധികാരമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, അതത് പട്ടണങ്ങളിലെ യഹൂദന്മാർ ഒന്നിച്ചു കൂടുന്നത് ഒരു അധികാരമാണ്. നിങ്ങൾക്ക് ദൈവം ഒരു ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഫെലോഷിപ്പിൽ നിങ്ങൾക്ക്, ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു അധികാരമാണ്. സഭാരാധനയ്ക്ക് വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ നീ അധികാരം ഉപയോഗിക്കാത്തവനാ. സഭാരാധനയുടെ സമയത്ത് പാർക്കിൽ പോകുന്നവനെ നീ അധികാരം ഉപയോഗിക്കാത്തവനാ. അതത് പട്ടണങ്ങളിലെ യഹൂദന്മാർ ഒന്നിച്ചു കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു അധികാരമാണ്. കണ്ടോ? ആമേൻ. ഇന്ന് രാത്രി
സഭാരാധന എന്ന് പറഞ്ഞാൽ അതൊരു അധികാരമാണെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് പറയുന്നത്. യഹൂദന്മാർ ഒന്നിച്ചു കൂടുന്നത് ഒരു അധികാരം. സ്തോത്രം. എന്നിട്ട് രണ്ടാമതായി പറയുകയാണ്, ഇവർ ഒന്നിച്ചു കൂടിയിട്ട് എന്താ, എല്ലാവരും വർത്താനം പറഞ്ഞിട്ട് പോയെന്നല്ല പറഞ്ഞത്. അവർ ഒന്നിച്ചു കൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിന്നോ. ഓരോ സഭായോഗവും നമുക്കൊരു പോരാട്ടമായിരിക്കണം. ഓരോ ഉപവാസ പ്രാർത്ഥനയും നമുക്കൊരു പോരാട്ടമായിരിക്കണം. ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മ കൊണ്ടാണെന്ന് പറയണം. ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കൊണ്ടായിരിക്കണമെന്ന് പറയണം. എന്റെ സഹോദരങ്ങളെ, ജീവരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. സ്തോത്രം. എയർലിഫ്റ്റ് വരുമ്പോ കയറിട്ട് കൊടുത്താൽ അവൻ അതിനെ വലിച്ചു കയറും. അവൻ ഒരു കച്ചിത്തുരുമ്പ് കയറിയാലും അവൻ പിടിച്ചു കയറും. ഇന്ന് സഭാരാധനയ്ക്ക് വരുന്ന എന്താ, ഇന്ന് സഭാരാധനയ്ക്ക് പോയില്ലെങ്കിൽ പാസ്റ്റർ ചോദിക്കും, ഇപ്പൊ സഭാരാധന കഴിയുന്ന ഉടനെ പാസ്റ്റർ ആന്റി വിളിക്കും. ഇതുകൊണ്ടാണ് ഇന്ന് പലരും സഭാരാധനയ്ക്ക് പോകുന്നത്, പ്രാർത്ഥനകൾക്ക് പോകുന്നത്. അല്ലല്ല, ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതാനാണ് ആരാധനയ്ക്ക് പോകുന്നതെന്ന്. വിശപ്പടങ്ങാൻ ആഹാരം കഴിക്കുന്നു എന്നതിനെക്കാട്ടിലും ക്ഷാമത്തിന്റെ കൊടൂരത കടന്നു വരുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്താറുണ്ട് കേട്ടോ. അതുപോലെ ജീവരക്ഷയാണ് ഒന്നിച്ചുകൂടി ആരാധിക്കുന്നതെന്ന് തിരിച്ചറിവിനകത്ത് അവൻ ആ അധികാരത്തെ ഉപയോഗിക്കാം. അവിടെ പറയുകയാണ്, അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽക്കുന്നത് ഒരു അധികാരമാണ്. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ആ അധികാരത്തെ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്? തീർന്നില്ല. അടുത്തത്, തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും, തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ചു കൊന്നുമുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. അവിടെ രണ്ട് സംഗതികളാണ് പറയുന്നത്: ജാതീയ ശക്തി, സംസ്ഥാന ശക്തി. സ്തോത്രം. ഒന്ന് ഒരു 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 ക്രീഡ് പവറാണ്. ഒരു ക്രീഡ് പവർ. മറ്റേത് ഒരു ടെറിട്ടോറിയൽ പവറാണ്. സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഒരു ടെറിട്ടറിയാണ്. ഒരു മനുഷ്യനെതിരായി രണ്ട് ശക്തികൾ കാണും. ഒന്ന് ഒരു ക്രീഡ് പവർ, രണ്ട് സ്തോത്രം ഒരു 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 ടെറിട്ടോറിയൽ പവർ. ഈ ടെറിട്ടോറിയൽ പവറിനെതിരെ, ഈ ക്രീഡ് അതോറിറ്റിക്കെതിരെ, ഈ രണ്ട് അതോറിറ്റിക്കുമെതിരെ ഇവരെന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അതിന്റെ സൈന്യത്തെ ഇവർ നശിപ്പിക്കണം. അതൊരു അധികാരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിനക്കെതിരായി ടെറിട്ടോറിയൽ പവേഴ്സ് എഴുന്നേൽക്കുമ്പോൾ ആ ടെറിട്ടോറിയൽ പവേഴ്സിനെ കൊന്നുമുട്ടിക്കാൻ ഒരു അധികാരം നിനക്കുണ്ട്. ആമേൻ. എന്നിട്ട് പറയുകയാണ്, അവരെ കൊന്നുമുടിച്ചിട്ട് അവരുടെ സമ്പത്തുകളെ കൊള്ളയിടുവാൻ നിനക്കൊരു അധികാരം നൽകിയിരിക്കുന്നു. ചില കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഞാൻ ഓവർസീസില് ഒരു ഫാസ്റ്റിംഗ് പ്രയറിൽ ഞാൻ അനോയിന്റിങ് ഓഫ് റോബറി എന്ന് പറഞ്ഞതിന് ഭയങ്കരമായി ട്രോൾ ചെയ്യ ഒരു സംഗതിയുണ്ട്. സ്തോത്രം. കൊള്ളയിടുന്ന ഒരു അധികാരം, ബലവാനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പിനെ കവർന്നു കളയുന്ന ഒരു അധികാരമുണ്ട്. ഇവിടെ ദൈവം ഒരു അധികാരം നൽകുകയാണ്. നിന്നെ ഉപദ്രവിക്കുവാൻ വരുന്നവനെ നീ എന്ത് ചെയ്യണം? നീ കൊള്ളയിട്ട് അവന്റെ സമ്പത്തിനെ പിടിച്ചെടുക്കുന്ന ഒരു അധികാരം. ഒരു ദൈവ പൈതൽ ഒരു ടെറിട്ടറിയിൽ എത്തുമ്പോൾ ആ ടെറിട്ടറിയിൽ നെടുകയും കുറുകയും നടന്ന് പ്രാർത്ഥിച്ച് ദൈവാധികാരത്തെ അതിനകത്ത് റിലീസ് ചെയ്യണം. അല്ലെങ്കിൽ അവനവിടെ പ്രോസ്പർ ആകത്തില്ല, അല്ലെങ്കിൽ അവനവിടെ സമാധാനം അനുഭവിക്കത്തില്ല, അല്ലെങ്കിൽ അവനവിടെ അവൻ ചെറിഷ് ചെയ്യപ്പെടത്തില്ല, ഫ്ലറിഷ് ചെയ്യപ്പെടത്തില്ല. To be flourished, you must have authority over the territory where you have. നീ ആയിരിക്കുന്ന ടെറിട്ടറിയുടെ മേൽ നിനക്കൊരു ആധിപത്യം നീ പ്രാപിച്ചെടുക്കുന്നവനായിരിക്കണം. സ്തോത്രം. ആകയാൽ അവിടെ ദൈവം ഒരു അധികാരം റിലീസ് ചെയ്യുകയാണ്. To overcome the territorial powers, to overcome the creed powers, to have the fellowship and to fight for their life. അവന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി ഒന്നിച്ചു നിൽക്കുന്ന കൂട്ടായ്മ ഒരു അധികാരമാണ്. ശത്രുവിനെ കീഴ്പ്പെടുത്തുന്ന ടെറിട്ടോറിയൽ പവേഴ്സിനെ കീഴ്പ്പെടുത്തുന്നത് ഒരു അധികാരമാണ്. കണ്ടോ, ദൈവം നൽകുന്ന ഒന്നാമത് അധികാരം, നിങ്ങളെ ഉപദ്രവിക്കുന്നവനെ നശിപ്പിക്കാൻ ദൈവം നിങ്ങൾക്ക് ഒരു അധികാരമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെ നശിപ്പിക്കാൻ ഒരുത്തം പൊങ്ങിയാൽ, ആമേൻ, നിങ്ങളെ ഉപദ്രവിക്കാൻ ഒരുത്തം പൊങ്ങിയാൽ അവനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു അധികാരമുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉപദ്രവിക്കാൻ, നിങ്ങളുടെ തൊഴിലിടത്തിൽ ഉപദ്രവിക്കാൻ, നിങ്ങളുടെ ആത്മീയതയിൽ ഉപദ്രവിക്കുവാൻ, ദൈവസഭയെ ഉപദ്രവിക്കുവാൻ
ഒരുത്തൻ എഴുന്നേറ്റാൽ അവനെ നശിപ്പിച്ചു കൊള്ളയിടുവാൻ ദൈവം യഹൂദൻ ഒരു അധികാരം കൊടുത്തോ. ആരാണ് യഹൂദൻ? ദൈവത്തിന്റെ സ്വന്തം ജനം, വേർപാടുള്ളവൻ, ആരാധിക്കുന്നവൻ, കൂട്ടായ്മയുള്ളവൻ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യഹൂദന് ദൈവം ഒരു അധികാരം കൊടുത്തോ, ആരാധിക്കുന്നവന് ദൈവം ഒരു അധികാരം കൊടുത്തോ. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്നത് പ്രാപിച്ചാട്ടെ, ആരാധിക്കുന്നവന്റെ അധികാരം പ്രാപിച്ചാട്ടെ. ആരാധന വെറുതെ കൈകൊട്ടും സമയം കളച്ചിലുമല്ല. ആരാധന പ്രസംഗിക്കുന്നതിന് മുമ്പേ കുറച്ചു നേരം പോകാൻ വേണ്ടിയുള്ള സംഗതിയല്ല. ആരാധന അധികാരം മേടിക്കുന്ന സമയമാ. യഹൂദന്മാർക്ക് അധികാരം കൊടുത്തോ, ആരാധിക്കുന്നവൻ അധികാരം കൊടുത്തോ. ഇന്ന് രാത്രി ആരാധിച്ച് അധികാരം മേടിക്കുന്ന ഒരു ജനറേഷൻ ഇതിനകത്തുനിന്ന് കയറട്ടെ. ആരാധിച്ച് അധികാരം മേടിക്കുന്നു. സ്തോത്രം. എന്തിനാണ് അധികാരം മേടിക്കുന്നത്? തങ്ങളെ ഉപദ്രവിക്കുവാൻ വരുന്നവരെ നിർമൂലമാക്കുവാൻ. രണ്ടാമത്തെ അധികാരത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ഒന്നാമത്തെ അധികാരം എസ്തേർ 8:12. രണ്ടാമത്തെ അധികാരം ലൂക്കോസ് 10:19. അവിടെ യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അധികാരമാണ്. ഒന്ന്, യഹൂദൻ അധികാരം കൊടുത്തു. രണ്ട്, ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നു. ആരാധിക്കുന്നവൻ ഒരു അധികാരമുണ്ട്, ശിഷ്യനൊരു അധികാരമുണ്ട്. ഒന്നാമതായി ഞാൻ പറഞ്ഞു ദാസന്മാർക്ക് ഒരു അധികാരമുണ്ട്. രണ്ടാമതായി പറഞ്ഞു യഹൂദൻ ഒരു അധികാരമുണ്ട്. മൂന്നാമതായി ഞാൻ പറയുന്നു ശിഷ്യന്മാർക്ക് ഒരു അധികാരമുണ്ട്. കർത്താവിനെ പിൻപറ്റുന്ന ശിഷ്യന്മാർക്കുള്ള അധികാരം. ഒരു സൈഡിലായിട്ട് നിങ്ങൾ എഴുതിക്കോ, ആർക്കൊക്കെ അധികാരം? ഒന്ന്, ദാസന്മാർക്ക് അധികാരം. രണ്ട്, ആരാധിക്കുന്നവൻ അധികാരം. മൂന്ന്, ശിഷ്യന് അധികാരം. എന്താണ് ശിഷ്യന് ലഭിക്കുന്ന അധികാരം? ലൂക്കോസ് 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ പാമ്പുകൾ, തേളുകൾ, ശത്രുവിന്റെ സകല ബലം എന്ന് പറയുന്നത് അക്ഷരീകമായ പാമ്പും തേളും എന്നതിനെക്കാട്ടിലുപരി നമുക്കറിയാം സർപ്പശക്തികൾ, മനുഷ്യനെ വേദനിപ്പിക്കുന്ന ശക്തികൾ. സർപ്പം, പാമ്പ് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതാണ്. തേള് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ്. ഞാൻ ആവർത്തിക്കട്ടെ, പാമ്പ് ഒരു മനുഷ്യനെ കൊല്ലുന്നതാണ്, തേള് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. അഗാധ ഭൂപത്തിൽ നിന്നൊരു അപ്പല്ലോൻ അബദ്ധോൻ എന്ന് പറയുന്ന ഒരുത്തൻ കയറി വരുമ്പോൾ അവൻ ദണ്ഡിപ്പിക്കുന്ന അധികാരം കഴിഞ്ഞ ദിവസം പറഞ്ഞു തേൾ കുത്തുന്നത് പോലെയായിരുന്നു. പാമ്പ് കൊലപാതകത്തിന്റെ അധികാരമാണ്, വിഷം കൊണ്ട്. തേള് വേദനയുടെ ശക്തിയാണ്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പറയുകയാണ്, മരണത്തെയും വേദനയെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ അധികാരം ആത്മതലത്തിലുള്ള അധികാരമാണ്. എവിടെയെങ്കിലും ഒരു ചേരയോ എട്ടടി മൂർഖനെയോ കണ്ടോ ഓടിപ്പോയി ചവിട്ടാനല്ല കർത്താവ് പറഞ്ഞത്. പകരം നിനക്കെതിരായി വ്യാപരിക്കുന്ന പാമ്പ്, ഒന്ന് കൊലപാതകത്തിന്റെ ശക്തിയാണ്. അടുത്തത് പാമ്പ് കൗശലം കൊണ്ട് മനുഷ്യനെ പാപത്തിൽ വഞ്ചിക്കുന്ന, മനുഷ്യന്റെ മൈൻഡിനെ നശിപ്പിക്കുന്ന ശക്തിയാണ് സർപ്പം. സർപ്പത്തിന് രണ്ട് പ്രവൃത്തിയാണുള്ളത്. ഒന്ന്, സർപ്പം ഉപായത്താൽ ചതിച്ചു. രണ്ട്, സർപ്പം വിഷം കൊണ്ട് നശിപ്പിക്കും. സർപ്പം മനുഷ്യന്റെ വിശുദ്ധിയെ നശിപ്പിക്കും. സർപ്പം മനുഷ്യന്റെ പ്രാണനെ നശിപ്പിക്കും. എന്നാൽ മനുഷ്യന്റെ പ്രാണനും മനുഷ്യന്റെ വിശുദ്ധിക്കുമെതിരായി പടപൊരുതുന്ന പാമ്പിനെ നോക്കിയിട്ട് കർത്താവ് തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അതിനെ ചവിട്ടാൻ നിനക്കൊരു അധികാരം തരുന്നു. തേള് മനുഷ്യനെ വേദനിപ്പിക്കുന്നതാണ്. നിന്നെ വേദനിപ്പിക്കാൻ പരിശ്രമിക്കുന്ന അന്ധകാരങ്ങളുടെ മേൽ ദൈവം നിനക്ക് ഒരു അധികാരം തരുന്നു. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ഒന്നും ഈ അധികാരം നീ ഉപയോഗിച്ചാൽ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. രണ്ടാമത്തെ അധികാരം ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആമേൻ, ഉപായത്തിന്റെ, വിഷത്തിന്റെ, വേദനയുടെ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. മൂന്നാമത്തെ അധികാരം, എനിക്ക് ഇനിയും ഒരു 7 അധികാരത്തോളം പറയുവാനുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായി 10:1, അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഇവിടെ ഒരു അധികാരത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പറയുകയാണ്, ഫിൽത്തി സ്പിരിറ്റ്സ്, അശുദ്ധ ആത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ്. ആമേൻ. അൺക്ലീൻ സ്പിരിറ്റ്സിന്റെ മേലും രോഗങ്ങളുടെ മേലും രോഗശക്തികളുടെ മേലും ഒരു അധികാരം കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ഞാൻ അതിലേക്ക് കടന്നു വരാം. ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് മർക്കോസിന്റെ സുവിശേഷം 1:27. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം,
യേശു അധികാരത്തോടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു, അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവമക്കളോട് പറയുകയാണ്, ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ആയെന്നിരിക്കത്തില്ല. ജീവിതത്തിൽ അശുദ്ധാത്മാക്കൾ പോരിന് വരുമ്പോൾ, ജീവിതത്തിൽ രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണ് പറയുന്നത്? സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കരയാം, നമുക്ക് കണ്ണുനീരൊഴുക്കാം, ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ എന്താണ് പറഞ്ഞത്? അശുദ്ധാത്മാക്കളുടെ മേലും വ്യാധികളുടെ മേലും ഞാൻ നിങ്ങൾക്കൊരു അധികാരം തരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളെ, നിങ്ങളുടെ രോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലെ പോരാട്ടത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹാവ് യു എവർ എക്സിക്യൂട്ട് ദ അതോറിറ്റി ഓവർ ദോസ് സ്പിരിറ്റ്സ് ആൻഡ് ദോസ് സിക്നസ്? നിങ്ങൾക്കുണ്ടായിരുന്ന ആ രോഗത്തിനും നിങ്ങൾക്കുണ്ടായിരുന്ന ആ പോരാട്ടത്തിനുമെതിരെ എപ്പോഴെങ്കിലും നിങ്ങൾ അധികാരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇറങ്ങിപ്പോട ഡയബറ്റീസ് എന്റെ ശരീരത്തിൽ നിന്ന്, ഇറങ്ങിപ്പോട ആസ്മയെ എന്റെ ശരീരത്തിൽ നിന്ന്, ഇറങ്ങിപ്പോട രോഗമേ എന്റെ ശരീരത്തിൽ നിന്ന്. നിങ്ങളോടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങളോടോ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങളോടോ പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ എനിക്ക് വയ്യായേ, കർത്താവേ എന്നെ ബലപ്പെടുത്തണേ, കർത്താവേ എന്നെ ശക്തീകരിക്കണേ. ഈ കരച്ചിലും പിടിച്ചിലും അല്ലാതെ ഹൗ മെനി ടൈംസ് യു ഹാവ് എക്സിക്യൂട്ടഡ് ദി അതോറിറ്റി? ഇന്ന് രാത്രി സ്വർഗം നിങ്ങൾക്ക് വരുന്ന രോഗങ്ങളെ മുൻകൂട്ടി കണ്ടിട്ട്, രോഗങ്ങൾ വരുന്നതിന് മുമ്പേ കർത്താവ് നിങ്ങൾക്ക് ഒരു അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് നിങ്ങൾക്കെതിരായ രോഗശക്തികളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അലട്ടുന്ന രോഗശക്തികൾക്കെതിരെ, നിങ്ങളുടെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന അൺക്ലീൻ സ്പിരിറ്റുകൾക്കെതിരെ സ്വർഗം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ നിലനിന്നുകൊണ്ട് അന്ധകാര ശക്തികളെ, രോഗശക്തികളെ അടിച്ചു വെളിയിൽ കളയട്ടെ. ഈ രോഗത്തിന് ഇനിമേൽ എന്റെ വീട്ടിനകത്ത് ഒരു അധികാരമില്ല. ഈ അശുദ്ധാത്മാവിന് എന്റെ തലമുറയുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ അധികാരമില്ല. ഇതിനകത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു അശുദ്ധാത്മാവ് വ്യാപരിക്കുന്നത് കണ്ടാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരു രോഗശക്തി വ്യാപരിക്കുന്നത് കണ്ടാൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കരുത്, വെറുതെ 4 പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയരുത്. പകരം ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടണം, കൃപാവരങ്ങളൊക്കെ കയറണം. ആത്മാവിൽ നിറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ രോഗശക്തിയെ നിങ്ങൾ ശാസിക്കണം. അതിന് ശിഷ്യന്മാർക്ക് കർത്താവ് ഒരു അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി നിന്റെ നാവിന്റെ മേൽ ഒരു അധികാരമുണ്ട്. എന്റെ സഹോദരങ്ങളെ, നാവിന്റെ മേൽ ദൈവം അധികാരം തരികയാ. ആമേൻ. ഈ അധികാരം എന്ന് പറയുന്നത് രോഗശാന്തിയുടെ അധികാരം ഒന്നുമല്ല നാവിന്റെ മേൽ നൽകിയിരിക്കുന്നത്. നാവിന്റെ മേൽ നൽകിയിരിക്കുന്നത് എന്താണ്? മരണത്തിന്റെയും ജീവന്റെയും അധികാരമാണ്. ജീവന്റെ അധികാരം നാവിന്മേൽ ദൈവത്തിന് തരാൻ കഴിയുമെങ്കിൽ പിന്നെ ഒരു രോഗശാന്തിയുടെ അധികാരം ഈ നാവിന്മേൽ തരുന്നത് ദൈവത്തിന് ഏതാണ്ട് വലിയ കാര്യമാണോ? ആമേൻ, ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു വെളിപ്പാടാണ്. യേശു വാക്കുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ, യേശു ആ ഭൂതത്തെ പുറത്താക്കാൻ എണ്ണയും തേച്ചില്ല, വെള്ളവും ഒഴിച്ചില്ല, ഉരുട്ടിയില്ല, ചവിട്ടിയില്ല, ബഹളവും വെച്ചില്ല, പൂജ നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് വേർഡ്, വാക്കു മതി കർത്താവിന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കർത്താവിന് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ഒരു ഒറ്റ സിസ്റ്റമേ ഉള്ളായിരുന്നു, വേർഡ്. ആമേൻ. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്കും ഭൂതങ്ങളെ പുറത്താക്കാൻ വടി കൊണ്ടടിക്കുകയോ, സ്തോത്രം, വെള്ളം കോരി ഒഴിക്കുകയോ, ഈ എണ്ണ പൂശുകയോ ഒന്നും ചെയ്യണ്ട. വാക്കുകൊണ്ട് ജീസസ് ഡിഡ് സോ ആൻഡ് ഷോ us a model how to do exorcism. എങ്ങനെയാണ് പിശാചുക്കളെ പുറത്താക്കേണ്ടതെന്ന് നിങ്ങളുടെ മേൽ അധികാരം നൽകിയിട്ട് അത് വാക്കുകൊണ്ട് കൽപ്പിക്കുവാൻ പറയുകയാണ്. ഒന്ന്, നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതിനെ നശിപ്പിക്കുവാൻ. 2, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ. 3, രോഗങ്ങളെയും അശുദ്ധാത്മാക്കളെയും കീഴ്പ്പെടുത്തുവാൻ നിങ്ങൾക്കുള്ള അധികാരം. 4ാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. 4ാമത്തെ ഭാഗം, അതാദ്യം യേശുവിന്റെ അധികാരത്തെ പറഞ്ഞ് ആ യേശുവിന്റെ അധികാരം നമ്മളിലേക്ക് നൽകപ്പെടുന്നതിലേക്ക് ഞാൻ വരികയാണ്. 4ാമത് നമുക്ക് നൽകപ്പെടുന്ന അധികാരം അത് യേശുവിൽ ഉണ്ടായിരുന്ന ഒരു അധികാരമാണ്. മത്തായി സുവിശേഷം 9ാം അധ്യായം അതിന്റെ 6ാം വാക്യം, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. കഫർനഹൂമിൽ വെച്ച്, വീട്ടിലെ വെച്ച് യേശു ചെയ്യുന്ന 4 പേർ ചുമന്നുകൊണ്ടുവന്ന പക്ഷപാത രോഗിക്ക് യേശു സൗഖ്യം കൊടുക്കുന്ന ഭാഗമാണ്. ഞാൻ അവിടെ നിന്ന് കറങ്ങുന്നില്ല, അവിടെ ഒരൊറ്റ ഭാഗം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. അവിടെ യേശുവിന്റെ ഒരു അധികാരം ഉണ്ടായിരുന്നു.
പാപങ്ങളെ മോചിക്കുന്ന അധികാരം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, പാപങ്ങളുടെ മേലുള്ള ഒരു അധികാരം. ഈ അധികാരത്തെ യേശു ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20:23. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ, പാപങ്ങളുടെ മേലുള്ള ഒരു അധികാരം, പാപങ്ങളുടെ മേലുള്ള ഒരു അധികാരം. ഈ പാപങ്ങളുടെ മേലുള്ള അധികാരത്തെ കുറച്ചുകൂടെ ആഴമായി പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ പാപമോചനത്തിന്റെ അധികാരം യേശു ആർക്ക് നൽകുകയാണ്? ശിഷ്യന്മാർക്ക് നൽകുകയാണ്. ഒരു മനുഷ്യന്റെ പാപമോചനത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെ ഒന്ന് സിംപിളി പറയാം. ഒരു മനുഷ്യൻ, സ്തോത്രം, മരണത്തോട് അടുത്തു വരികയാണ്. ഒരു മനുഷ്യൻ മരണത്തോട് അടുത്തു വരുമ്പോൾ നിങ്ങളെ ആ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വിളിച്ചു. ആ മനുഷ്യൻ ഒരു പാപിയായ മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ നിറഞ്ഞ കണ്ണുകളോടുകൂടെ, ഞാൻ ഒത്തിരി പാപം ചെയ്തു പോയി, എന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയി എന്ന് അനുതാപത്തിന്റെ ഹൃദയത്തോടെ ഏറ്റുപറയുമ്പോൾ, യേശുവിനെ കുറിച്ച് നിങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി, യേശുവിനെ കർത്താവായി പുള്ളി അദ്ദേഹത്തിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിപ്പിച്ച് വായ് കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പാപങ്ങളെ നീക്കിക്കളഞ്ഞാൽ ആ മനുഷ്യൻ വിശുദ്ധനാകുമെന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ പാപങ്ങളെ മോചിക്കാനും നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ പാപങ്ങളെ നിർത്തുവാനും അധികാരമുണ്ട് എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് രാത്രി ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളെ ആമേൻ ദൈവസന്നിധിയിൽ നിങ്ങൾ അതിനെ അഴിച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കള്ളം പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ പാപം നിങ്ങൾ അധികാരത്തോടെ ആ ദുർസ്വഭാവത്തെ അടിച്ചു കളയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മോഷണ സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ അധികാരത്തോടെ, നാട്ടുകാരുടെ അടുക്കലെല്ലാം ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല, കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമോ? സ്തോത്രം. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ സ്തോത്രം, ഓരോ ആരാധനയിലും ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതിനു മുമ്പും പിമ്പും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ജനം വിശുദ്ധിയിലേക്ക് ഒരു പടി കൂടെ കയറണം, ജനം നീതിയിലേക്ക് ഒരു പടി കൂടെ കയറണം, പാപത്തിൽ നിന്ന് അവരെ അകലണം. എന്റെ സഹോദരങ്ങളെ, നമുക്ക് പാപങ്ങളുടെ മേലൊരു അധികാരമുണ്ട്. മനുഷ്യന്റെ അകത്തുനിന്ന് പാപത്തിന്റെ വേര് പറിച്ചു കളയാൻ നിങ്ങളൊരു വാക്യം പറഞ്ഞാൽ മതി, ഒരു മനുഷ്യന് പാപബോധം ഉണ്ടാകും. നിങ്ങളൊരു പാട്ട് പാടിയാൽ മതി, ഒരു മനുഷ്യന് പാപബോധം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ അരമണിക്കൂർ വണ്ടിയെ സഞ്ചരിച്ചാൽ മതി, സ്തോത്രം, ഒരു മനുഷ്യന് പാപബോധം ഉണ്ടാകും. അവൻ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ മേലൊരു അധികാരത്തെ കർത്താവ് ഇമ്പാർട്ട് ചെയ്യുകയാണ്. പാപങ്ങളെ നിർത്തുവാനും പാപങ്ങളെ മോചിക്കുവാനുമുള്ള അധികാരം. അഞ്ചാമത്തെ അധികാരത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകട്ടെ, സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 6-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വെള്ളം ആകാശം അടച്ചു കളവാനും അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. ഇവിടെ അധികാരത്തെ കുറിച്ച് പറയുകയാണ്. ഇത് വരം ലഭിച്ച 2 സാക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. ഈ അധികാരത്തെ ഇവിടെ പറയുന്നതിന്റെ ഒരു കാര്യം തന്നെ അവരാരാണെന്ന് പറയാനാണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വരം ലഭിച്ച 2 സാക്ഷികൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒലിവ് കൊമ്പുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇവരാരാണ് എന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 2 അധികാരത്തിൽ നിന്നും തന്നെ ഇവരാരാണെന്ന് നമുക്കറിയാൻ കഴിയും. അത് മോശയും ഏലിയാവുമാണ്. ആകാശത്തെ അടച്ചു കളയാനുള്ള അധികാരം ഏലിയാവിൻ്റെതായിരുന്നു. വെള്ളത്തെ രക്തമാക്കിയതും ഭൂമിയെ ദണ്ഡിപ്പിക്കുവാൻ തക്കവണ്ണം ബാധകളെ അയക്കുവാനും ഉണ്ടായ അധികാരം അത് മോശയുടേതായിരുന്നു. അപ്പൊ മോശയുടെയും ഏലിയാവിന്റെയും അധികാരമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശെ, ഏലിയാവ് യഹൂദ്യയിലെ ഏറ്റവും, ഇസ്രായേലിലെ ഏറ്റവും ശക്തരായ 2 പ്രവാചകന്മാരായിരുന്നു. മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന മോശയും. ഇന്ന് ഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയും കല്ലറ അറിയാത്തതുമായ ഒരു വിഷയവും ഉണ്ടെങ്കിൽ അത് യേശുവിന്റെയും മോശയുടേതുമാണ്. മോശയുടെ ശരീരം, മോശ മരിച്ചുവെങ്കിലും മോശയുടെ ശരീരം ഇന്ന് ഭൂമിയിലില്ല. മോശയുടെ ശവക്കുഴി ആരും അറിയുന്നില്ല. അതെന്ത് സംഭവിച്ചു എന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ യൂദാ ഇങ്ങനെ ചേർത്ത് വെച്ചോ, മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാച് വാദിച്ചു. മോശയുടെ ആത്മാവിന് വേണ്ടിയല്ല പിശാച് വാദിച്ചത്, മോശയുടെ നിത്യതയ്ക്ക് വേണ്ടിയല്ല പിശാച് വാദിച്ചത്, മോശയുടെ ശരീരത്തിന് വേണ്ടിയാണ് പിശാച് വാദിച്ചത്. കണ്ടോ, മോശയുടെ
ആത്മാവിനെക്കാട്ടിലും മോശയുടെ മൈൻഡിനെക്കാട്ടിലും ഒക്കെ പിശാച് ഭയപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? മോശയുടെ ശരീരത്തെയാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കാര്യം പറയാം. എന്റെയും നിങ്ങളുടെ ശരീരത്തെ പിശാചിന് ഭയമുണ്ട്. അതുകൊണ്ട് അവൻ രണ്ട് കാര്യം പരിശ്രമിക്കും. ഒന്ന്, ഈ ശരീരത്തെ ബലഹീനമാക്കുക. എങ്ങനെ? പാപത്താൽ ബലഹീനമാക്കുക. നമ്മുടെ ശരീരം പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മുടെ ശരീരത്തെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ണുകൊണ്ട് പാപം ചെയ്താൽ, നമ്മുടെ കാതുകൊണ്ട് പാപം ചെയ്താൽ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് പാപം ചെയ്താൽ പിശാച് അത്ര സേഫായി, സ്തോത്രം, അവന് നമ്മുടെ ശരീരത്തെ പിന്നെ പേടിക്കേണ്ടതില്ല. രണ്ട്, അവന് നമ്മുടെ ശരീരത്തെ രോഗത്തിലാക്കി, നമ്മുടെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയാൽ അവൻ എന്താ പ്രയോജനം എന്നറിയാവോ? പിന്നെ നമ്മുടെ ശരീരം കൊണ്ടില്ലല്ലോ. അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കണ്ട, അത് തൊണ്ട തുറന്ന് പാടണ്ട, അവൻ അതരത്തെ കെട്ടുക, തൊണ്ടയെ കെട്ടുക, കൈകാലുകളെ കെട്ടുക, ശരീരത്തെ ബലഹീനപ്പെടുത്തുക. ഞാനിത് പറഞ്ഞത് മോശയുടെ ശരീരം ഉയർക്കപ്പെടാതെ വേണം വാദിച്ചു. എന്നാൽ ദൂതൻ ഇറങ്ങി വന്ന് ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്താൽ ഭത്സിക്കപ്പെട്ട സാത്താന്റെ മുമ്പിൽ നിന്ന് മരിച്ചയിടത്തു നിന്ന് മോശ രൂപാന്തര ശരീരവുമായി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. മോശയുടെ ശവം ഇന്നും ഭൂമിയിലില്ല. മോശ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഏലിയാവിന്റെ ഒപ്പം പോയി. അതുകൊണ്ടാണ് രൂപാന്തര മലയിൽ മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുകയാണ്. ഇനിയും വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും മോശയും ഏലിയാവും വരികയാണ്. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമുക്കൊരു അധികാരത്തെ കാണുവാൻ കഴിയും. അവരുടെ പ്രവചനകാലത്ത് ആകാശത്തെ അടപ്പാനും വെള്ളത്തെ രക്തമാക്കി തീർക്കുവാനും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. ഞാൻ സിംപിളി പറയാം, അതോറിറ്റി ഓവർ ദ നേച്ചർ. പ്രകൃതിയുടെ മേൽ ദൈവം ഭക്തന്മാർക്ക് അധികാരം നൽകും. പ്രകൃതിയുടെ മേൽ ഭക്തന്മാർക്ക് അധികാരം നൽകും. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും സ്തോത്രം, ഇന്നും കൺവെൻഷൻ വരുമ്പോൾ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും, കർത്താവേ മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ, മഴ പെയ്യല്ലേ എന്നൊക്കെ. പക്ഷേ മഴയെ അധികാരത്തോടെ, ഞങ്ങളുടെ കൺവെൻഷൻ കഴിയുന്ന വരെ മഴ പെയ്യരുത് കേട്ടോ എന്ന് പറയുന്നവർ വിരളമാണ്. സ്തോത്രം. പ്രകൃതിയുടെ മേൽ അധികാരത്തെ ഉപയോഗിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രകൃതിയുടെ മേൽ ദൈവം മനുഷ്യന് അധികാരം നൽകും. അത് നൽകിയിട്ടുമുണ്ട്. യേശു കർത്താവ് കടലിന്മീതെ നടന്നു, പത്രോസിനെ കടലിന്മീതെ നടത്തി. സ്തോത്രം. കോൺട്രറി ടു ദ നേച്ചർ, സൂപ്പർ നാച്ചുറൽ. ഒരു ദൈവ പൈതൽ സൂപ്പർ നാച്ചുറൽ ബീയിങ് ആയിരിക്കണം. നോട്ട് എ മിയർ ഹ്യൂമൻ ബട്ട് എ സൂപ്പർ നാച്ചുറൽ ഹ്യൂമൻ. അതാണ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, പ്രകൃതിയുടെ മേൽ എനിക്കൊരു അധികാരം വേണം. ആകാശത്തിന്റെ മേൽ, ഭൂമിയുടെ മേൽ ദൈവം തന്റെ ഭക്തന്മാർക്ക് അധികാരം നൽകും. സ്തോത്രം. എലീശയെ നോക്കി മുട്ടത്തലയാ കയറിവ എന്ന് പറഞ്ഞ് അവർ പ്രാകുമ്പോൾ എലീശ അവരെ തിരിഞ്ഞു നിന്ന് അവരെ പ്രാഗി ഓടിക്കുമ്പോൾ, സ്തോത്രം, ചെയ്യുമ്പോൾ, സ്തോത്രം, കാട്ടിൽ നിന്ന് കരടി വന്ന് അവരെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാൽ എലീശയുടെ വാക്കിന്റെ മുമ്പിൽ, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, കാടിന്റെ 2 ഫെൻസിങ് ഒന്ന് അഴിച്ചുവിട്ടെന്ന്. കാടിന്റെ ഫെൻസിങ്ങിന്റെ 2 കുറ്റി ഒന്ന് അഴിച്ചുവിട്ടോ, കരടികൾ ഇറങ്ങി വന്നുവെന്ന്. എലീശയുടെ വാക്കിന്റെ അധികാരം പ്രകൃതിയുടെ മേലായിരുന്നു. എലീശ മടങ്ങി വന്ന് പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചിട്ട് വിളിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഏലിയാവിന്റെ ദൈവം എവിടെ? അവിടെ ദൈവത്തെ താൻ വിളിച്ചിറക്കി പ്രകൃതിയുടെ മേലിറക്കുകയായിരുന്നു. എന്റെ സഹോദരങ്ങളെ, തിരുവെഴുത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് പ്രകൃതിയിൽ കൂടെയാണ്. യോശുവ ഗിബയോനിലും അയ്യാലോനിലും സൂര്യനെയും ചന്ദ്രനെയും നിർത്തി. ഈ ഏലിയാവ് ആകാശത്തെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. സ്തോത്രം. യെശയ്യാവ് ആഹാസിന്റെ കടികാരത്തിൽ 10 പടി പിന്നോക്കം തിരിച്ചു. സ്തോത്രം. യേശു എലോഹി എലോഹി ലമ്മ ശബക്താനി നിലവിളിച്ച് പ്രാണനെ വിടുമ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് സൂര്യൻ അസ്തമിച്ചു. വൈകിട്ട് 6 മണിക്ക് പിന്നെയും സൂര്യൻ ഉദിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, 6-ാം മണി നേരം തുടങ്ങി 9-ാം മണി നേരം വരെ ഈ ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. 6-ാം മണി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 3 മണിയാണ്. 9-ാം മണി എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി. സ്തോത്രം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ നട്ടുച്ച കഴിഞ്ഞ് 3 മണിക്ക് സൂര്യന്റെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് രാത്രി 9 മണിയായപ്പം പിന്നെ സൂര്യന്റെ ലൈറ്റ് ഇട്ടുകൊടുത്തുന്ന. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ 6-ാം മണി മുതൽ 9-ാം മണി നേരം വരെ ഇരുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ നല്ല പ്രകാശം ഉള്ളിടത്ത് 9-ാം മണി നേരത്ത് ഇരുട്ടുണ്ടായി. നല്ല പ്രകാശം ഉണ്ടാകേണ്ടിടത്ത് പ്രകാശത്തെ ഓഫ് ചെയ്യുകയും പ്രകാശം ഇല്ലാതിരിക്കത്തക്ക സമയത്ത് പ്രകാശത്തെ
വരുത്തുകയും ചെയ്തുകൊണ്ട് പ്രകൃതിയുടെ മേൽ അധികാരത്തെ ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളുടെ മേൽ ഒരു അധികാരമുണ്ട്. അത് പ്രകൃതിയുടെ മേൽ എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള അധികാരമാണ്. സ്തോത്രം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരട്ടെ. 6ാമത്തെ വിഷയം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം. ഞാൻ ഒന്നുകൂടെ മുമ്പേ പറഞ്ഞത് ഒന്നുകൂടെ പറയട്ടെ. 1, ദൈവം ദാസന്മാർക്ക് അധികാരം നൽകുന്നു. 2, കർത്താവ് ദാസന്മാർക്ക് അധികാരം നൽകുന്നു. 2, ആരാധിക്കുന്നവന് അധികാരം നൽകുന്നു. 3, ശിഷ്യന്മാർക്ക് അധികാരം നൽകുന്നു. അടുത്തത് അവരുടെ പ്രവചനകാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക്, കൃപാവരമുള്ളവർക്ക് ദൈവം അധികാരം നൽകുന്നു. അടുത്തത് 6ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. വെളിപ്പാട് 2:26. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അപ്പോൾ ആർക്കാണ് അധികാരം നൽകുന്നത്? വിശ്വാസ ജീവിതത്തിന്റെ പരിശോധനകളിൽ ജയിക്കുന്നവർക്ക്, പ്രലോഭനങ്ങളിൽ ജയിക്കുന്നവർക്ക്, വെല്ലുവിളികളിൽ ജയിക്കുന്നവർക്ക്, നിന്ദകൾ കടന്നു വന്നാലും ജയിക്കുന്നവർക്ക്, പരിശോധനകൾ കടന്നു വന്നാലും ജയിക്കുന്നവർക്ക് ദൈവം അധികാരം കൊടുക്കും. സ്തോത്രം. ജയിക്കുക മാത്രമല്ല, അടുത്ത ഭാഗത്ത് പറയുകയാണ്, ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് അധികാരം കൊടുക്കും. ഒബീഡിയൻസ്, ജീവിതത്തിന്റെ അനുസരണം, സ്തോത്രം, അധികാരത്തെ കൊണ്ടുവരും. കർത്താവ് നമ്മളോട് പറയുന്നത് അനുസരിച്ചാൽ ഒരു അധികാരം നമുക്കുണ്ടാകും. സ്തോത്രം. കർത്താവ് പറയുന്നത് എന്തും, അത് മാനസാന്തരമാകട്ടെ, സ്നാനമാകട്ടെ, പ്രാർത്ഥനാ ജീവിതമാകട്ടെ, വിശുദ്ധിയാകട്ടെ, വേർപാടാകട്ടെ, വാട്ട് എവർ വി ഒബേ, നമ്മുടെ ഒബീഡിയൻസ് ബ്രിങ്സ് അവർ ഒബീഡിയൻസ് ബ്രിങ്സ് അതോറിറ്റി. നമ്മൾ എത്രത്തോളം അനുഷ്ഠാനമുള്ളവരാണോ അത്രത്തോളം അധികാരമുള്ളവരായിരിക്കും. ആത്മാവ് നിങ്ങളോട് പറയുന്നത്, വചനം നിങ്ങളോട് പറയുന്നത്, ഉപദേശം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അനുസരിപ്പാൻ ഒരുക്കമാണെങ്കിൽ പിതാവ് ക്രിസ്തുവിന് നൽകിയതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവിടെ പറയുകയാണ്, അധികാരം എന്തിന്റെ മേൽ? ജാതികളുടെ മേൽ അധികാരം. ജാതികളുടെ മേൽ അധികാരം. എന്താണ് ജാതികളുടെ മേലുള്ള അധികാരം? വാഗ്ദത്വങ്ങളെ അവകാശമാക്കാതെ വണ്ണം തടയുന്നതാണ് ജാതീയ അധികാരം. ഞാൻ ആവർത്തിക്കട്ടെ, വാഗ്ദത്വങ്ങളെ അവകാശമാക്കാതെ തടയുന്നതാണ് ജാതീയ അധികാരം. എവിടെ നമുക്ക് കാണാം? ഇസ്രായേൽ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കടന്നു വരുമ്പോൾ 7 ജാതികൾ അവിടെ നിൽക്കുകയാണ്. ഇരുമ്പ് രഥങ്ങളുള്ള ബലമേറിയ അനാക്യ മല്ലന്മാർ നിറഞ്ഞ 7 പ്രബല ജാതികൾ. ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ വാഗ്ദത്ത ദേശം നിങ്ങൾ കൈവശമാക്കണമെങ്കിൽ പെരുപ്പവും ബലവുമേറിയ ഈ 7 ജാതികളെ നീ നീക്കിക്കളയണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ വാഗ്ദത്തത്തിന് എതിർ നിൽക്കുന്ന ശക്തികളാണ് ജാതികൾ. സിയോൻ കോട്ട ദാവീദിന്റെ നഗരമാണ്. പക്ഷെ ആ നഗരത്തിലേക്ക് ചെന്ന് അതിനെ പിടിച്ചെടുക്കാതെ വേണ്ടും യബൂസ്യ ജാതി വാതിലടച്ച് കുരുടരെയും മുടന്തരെയും മുമ്പിൽ നിർത്തി കളിക്കുമ്പോൾ, ഫെലിസ്ത്യ ജാതി ഇസ്രായേലിന്റെ വാഗ്ദത്വത്തിനെതിരെ കളിക്കുമ്പോൾ, മിദ്യാന്യ ജാതി ഇസ്രായേലിന്റെ സമ്പന്നതയ്ക്കെതിരെ കളിക്കുമ്പോൾ, ഒരു ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനും സമാധാനത്തിനും വിശാലതയ്ക്കും ദൈവം നൽകിയ വാഗ്ദത്വങ്ങൾക്കുമെതിരെ ജാതീയ ശക്തികൾ പൊരുതുമ്പോൾ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, സ്തോത്രം, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് ജാതികളുടെ മേൽ അധികാരം നൽകും. ആ ജാതികളുടെ മേലുള്ള അധികാരത്തെ അവൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറും, അവന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണതോതിൽ വരും, അവൻ വിശാലപ്പെടുവാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ 2 ഭാഗം കൂടെ പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. 7ാമത്തെ അധികാരം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരത്തിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന്. സ്തോത്രം. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത പോയിന്റ്, ആ സൈഡിലത്തെ കോളത്തിൽ നിങ്ങൾ എഴുതിക്കോണം. അധികാരം ദൈവം ദാസന്മാർക്ക് നൽകുന്നു, യഹൂദന്മാർക്ക് ആരാധിക്കുന്നവന് നൽകുന്നു, ശിഷ്യന്മാർക്ക് നൽകുന്നു, സ്തോത്രം, കൃപാവരമുള്ളവർക്ക് നൽകുന്നു, അനുഷ്ഠിക്കുന്നവർക്ക് ജയജീവിതമുള്ളവർക്ക് നൽകുന്നു, കൽപ്പനകളെ അനുസരിക്കുന്നവർക്ക് നൽകുന്നു. അടുത്തത് വസ്ത്രമലക്കുന്നവർക്ക് അധികാരം നൽകുന്നു. വെളിപ്പാട് പുസ്തകം 22:14 തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർക്ക് അധികാരം നൽകുന്നു. എന്തിന്റെ മേലാണ് അധികാരം നൽകുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ട്. നമ്മുടെ പ്രധാന വിഷയം ദൈവമക്കൾക്ക് ലഭിക്കുന്ന അധികാരമാണ്.
അതിങ്ങനെയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ട്. എന്റെ സഹോദരങ്ങളെ, ജീവന്റെ വൃക്ഷത്തിൽ അധികാരം ആദിമ മനുഷ്യനെ നൽകാതിരുന്ന അധികാരമാണ് ഏത്? ജീവന്റെ വൃക്ഷത്തിൽ. മനുഷ്യന് ദൈവം വിലക്കിയിരുന്ന അധികാരം, വിലക്കിയിരുന്ന ഫലം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ ഫലമാണ്. അറിവിന്റെ ഫലം തിന്നപ്പോൾ ദൈവം പറയാണ്, ഇവന് നീ ജീവന്റെ വൃക്ഷങ്ങളുടെ ഫലവും കൂടെ തിന്നു കളഞ്ഞാൽ അറിയത്തില്ല. അത് തിന്നാതിരിക്കേണ്ടതിന് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു കാവല് നിർത്താം. അത് ദൂതന്മാരുടെ അധികാരത്തിൽ നിന്ന സ്ഥലമാണ്. ഞാൻ ആവർത്തിക്കട്ടെ, ജീവന്റെ വൃക്ഷം ആരുടെ അധികാരത്തിൽ നിന്ന സ്ഥാപനമാണ്? ദൂതന്മാരുടെ അധികാരത്തിൽ. പക്ഷേ വസ്ത്രം അലക്കുന്നവന് ദൈവം എന്ത് ചെയ്തു? ആ ദൂതന്മാരുടെ അതോറിറ്റിയെ ക്രോസ് ചെയ്ത് അകത്ത് കയറാൻ ദൈവം അധികാരം കൊടുത്തു. ഏഞ്ചലിക് അതോറിറ്റി. ഏഞ്ചലിക് അതോറിറ്റി. ഒരു മനുഷ്യന്റെ മേൽ ദൈവം അധികാരം നൽകുമ്പോൾ he will be similar to angels. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കരുത്, നമ്മളെല്ലാവരും ഫെലോ സെർവൻസ് ആണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഒരു റാങ്കിലുള്ള ജോലിക്കാരാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൂതന്മാരുടെ അധികാരം ദൈവം മനുഷ്യന് നൽകുകയാണ്. ജീവന്റെ വൃക്ഷത്തിൽ മനുഷ്യന് അധികാരമില്ല, ദൂതന് അധികാരമുണ്ട്. എന്തിനാണെന്നറിയാമോ? ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി അടയ്ക്കാനും തുറക്കാനും. പക്ഷെ അതിൽ കയറി ഒരു പഴം പറിച്ച് തിന്നാൻ അധികാരമുണ്ടോ? ഇല്ല. ദൂതന് കാവല് ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ. ഇവിടോട്ട് ഇപ്പം ആരും കയറ്റിവിടത്തില്ല. സെക്യൂരിറ്റിക്കുള്ള അധികാരമേ ഉള്ളൂ. പക്ഷെ വസ്ത്രം അലക്കുന്നവന് ദൈവം ഒരു അധികാരം കൊടുക്കുക, an authority beyond angels. ദൂതന്മാരുടെ അധികാരത്തെക്കാട്ടിലും ഉന്നതമായ അധികാരം. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 19:17. സൈഡിലത്തെ കോളത്തിൽ എഴുതാനും പോയിന്റ് തരാം. ലൂക്കോസ് 19:17. അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കും. അധികാരം ആർക്ക് ലഭിക്കും? അടുത്ത പോയിന്റ്, വിശ്വസ്തന് ലഭിക്കും. എന്തിന്റെ മേൽ അധികാരം ലഭിക്കും? പട്ടണത്തിന്റെ മേൽ അധികാരം ലഭിക്കും. എത്ര പട്ടണത്തിന്റെ മേൽ? 10 പട്ടണത്തിന്റെ മേൽ. സ്തോത്രം. വിശ്വസ്തതയുടെ പ്രതിഫലം എന്ന് പറഞ്ഞ ദൈവം ടെറിട്ടോറിയൽ അതോറിറ്റി നൽകും. 10 പട്ടണത്തിന്റെ മേൽ അധികാരം നൽകും. സ്തോത്രം. വിശ്വസ്തതയ്ക്ക് ദൈവം നൽകുന്ന അധികാരം 10 പട്ടണത്തിൽ. സ്തോത്രം. ഞാൻ 4 പോയി സഭ തുടങ്ങി, ഒരിടത്ത് പോലും ക്ലച്ച് പിടിച്ചില്ല. എന്നാൽ വിശ്വസ്തൻ പോയി 10 സഭ തുടങ്ങും, 10 ദൈവം അവനെ ചെഴിപ്പിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിങ്ങൾക്ക് പട്ടണത്തിന്മേൽ അധികാരം നൽകും. നിന്റെ വിശ്വസ്തതയ്ക്ക് ദൈവം നൽകുന്ന മാന്യത റോൾസ് റോയ്സും BMW ഒന്നും ആയിരിക്കത്തില്ല. നിന്റെ വിശ്വസ്തതയ്ക്ക് ദൈവം നൽകുന്ന പ്രതിഫലം, നീ ചെല്ലുന്നിടത്തെല്ലാം, നീ കാലുകുത്തുന്നിടത്തെല്ലാം ദൈവം നിന്റെ മിനിസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതൊരു പ്രൊഫറ്റിക്കൽ മോഡിൽ ഷെയർ ചെയ്യാൻ പറയുന്നു. പട്ടണങ്ങളുടെ മേൽ ഞാൻ നിനക്ക് അധികാരം തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എന്റെ സന്നിധിയിൽ നീ കാണിച്ച വിശ്വസ്തതയ്ക്ക് പ്രതിഫലമായി ഞാൻ പട്ടണങ്ങളുടെ മേൽ അധികാരം തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. അഭോറമഹസ്യാധര, നീ കാലുകുത്തിയ ഒരു പട്ടണവും നിന്നെ തുപ്പിക്കളയത്തില്ല. നീ കാലുകുത്തിയ ഒരു പട്ടണത്തിലും നിന്റെ തല കുനിയത്തില്ല. നീ തുടങ്ങിയ ഒരു പട്ടണത്തിലും വേറൊരുത്തൻ കയറി വെട്ടിക്കളയത്തില്ല. വിശ്വസ്തനെ, നീ 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുവാൻ പറയുന്നു. ഇന്ന് രാത്രി ഈ സഭയോട് പരിശുദ്ധാത്മാവ് ആവർത്തിച്ചിങ്ങനെ പറയുന്നു, പട്ടണത്തിനല്ല നിങ്ങൾക്ക് അധികാരം, പട്ടണങ്ങൾക്ക് അധികാരം. മൾട്ടി സിറ്റി ചർച്ച്. ആമേൻ. മൾട്ടി സിറ്റി ചർച്ച്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് ഉറപ്പിച്ചു പറയാൻ പറയുന്നു. ഒരു ലോക്കൽ ചർച്ച് അല്ല, ഒരു ലോക്കൽ ചർച്ച് അല്ല, ബഞ്ച് ഓഫ് ചർച്ചസ്. മുന്തിരിക്കൊല കിടക്കുന്നത് പോലെ, മുന്തിരിക്കൊല കിടക്കുന്നത് പോലെ ഒത്തിരി മുന്തിരിങ്ങ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെക്ഷൻ. ആമേൻ. 1, 2 മുന്തിരിങ്ങ മാത്രം നിൽക്കുന്ന ഒരു മുന്തിരിക്കൊലയിൽ ആമേൻ മുകളിലേക്കൊക്കെ വന്ന
വന്നാൽ അവൻ എണ്ണാൻ പറ്റാത്ത പോലെ മുന്തിരിങ്ങ. പക്ഷെ താഴെയൊക്കെ വന്നാൽ ഒരു മുന്തിരിങ്ങ, 3 മുന്തിരിങ്ങ, 2 മുന്തിരിങ്ങ, ഇതെല്ലാം കൂടെ ചേർന്നാലേ ഒരു മുന്തിരിക്കൊലയ്ക്ക് സൗന്ദര്യമുള്ളൂ. അങ്ങനെയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനത്തെ ഒരു ചർച്ച് സിസ്റ്റം ഞാൻ നിങ്ങളിൽ കൂടെ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം ചെയ്തെടുക്കാം. ചില ചർച്ചുകളിൽ നിറഞ്ഞു നിൽക്കും. പ്രവേചകം വാചകം പ്രവാചകെ ലോസോ റോദോനിയ ജാഗംബ്രവ കൽബോന ഘടകത്വരി. ചർച്ച് സിസ്റ്റം ഒരു മുന്തിരിക്കൊല പോലെ ആയിരിക്കും. ചില ചർച്ചുകളിൽ നിറച്ച ആൾക്കാർ കാണും, ചില ചർച്ചുകളിൽ തിങ്ങിയിരിക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ ചില ചർച്ചുകളിൽ ഒരാളെ കാണത്തുള്ളൂ. ആ ദേശത്തിലെ സഭ വളരത്തില്ല. അത് പക്ഷെ ചിലർക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന 1, 2, 3 വ്യക്തികൾക്ക് വേണ്ടി മാത്രം നടത്തപ്പെടുന്ന ഒരു ചർച്ചായിട്ട് അതങ്ങനെ മുമ്പോട്ട് പോകും. അവിടെ ചർച്ച് വളരാൻ ഞാൻ അനുവദിക്കാത്തതല്ല. അവിടെ ഒരു ചർച്ച് ഉണ്ടായിരിക്കേണ്ടത് അവരോട്, ആ 4 പേരോട്, ആ 2 പേരോടുള്ള എന്റെ സ്നേഹത്തിന്, എന്റെ ഉത്തരവാദിത്വത്തിന് ഞാൻ നിങ്ങളെ ഉപയോഗിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പിന്നെയും പരിശുദ്ധാത്മാവ് പറയുന്നു, വലിയ സഭയെ സ്നേഹിക്കുവാനും ചെറിയ സഭയിൽ മടുത്തു പോകുകയും ചെയ്യരുത്. ഒരു മുന്തിരിക്കൊല പോലെ ആയിരിക്കും നിന്റെ ചർച്ച് സിസ്റ്റം. നിറഞ്ഞു കവിയുന്ന ചില സഭകളും 1, 2 പേരും മാത്രം നിൽക്കുന്ന ചില സഭകളും നിൽക്കും. പട്ടണത്തിലല്ല ഞാൻ നിനക്ക് അധികാരം തരുന്നത്, 10 പട്ടണങ്ങളിൽ അധികാരം തരും. 10-ലല്ല, പട്ടണങ്ങളിൽ അധികാരം തരും. പരിശുദ്ധാത്മാവിന് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം, സ്തോത്രം. ഈ ബൈബിൾ സ്റ്റഡീസിൽ ഒരിക്കൽ പോലും ഒരു ദൂതിലേക്കോ, ഒരു വെളിപ്പാടിലെ ഒരു ദൂതിനകത്തേക്കോ, ഒരു പ്രൊഫറ്റിക്കലിലേക്കോ കയറുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് എന്നെ പിടിച്ചു കുലിക്ക് അത് പറയിപ്പിച്ചത് കൊണ്ട്, ഞാൻ ആ ഒരു മുന്തിരിക്കൊലയുടെ ദർശനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനത് ഷെയർ ചെയ്തതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ ഓൾ ദൈ വർക്ക്സ്. Surrender myself. സ്തോത്രം. അവസാനത്തെ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അവസാനത്തെ അധികാരം, അപ്പോസ്തലിക അധികാരം. നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരം. You have an authority to build the family, to build the church, to build the nation, to build the generation, to build the ministry. നിനക്കൊരധികാരമുണ്ട്, നിനക്കൊരധികാരമുണ്ട്. പണിയാനൊരു അധികാരം. ഇടിഞ്ഞതിനെ പണി. തലമുറയായി വീട് കിടക്കുന്ന ചിലതിനെ നിങ്ങൾ പണി, തകർന്നു കിടക്കുന്ന ചിലതിനെ നിങ്ങൾ പണി. ഇനി ഒരിക്കലും കയറി വരത്തില്ലെന്ന് പറയുന്നതിനെ നിങ്ങൾ പണി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പണിവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. ഏതാണ്ട് 9 അധികാരങ്ങളെ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു. 1, ഒന്നിച്ചു കൂടുവാനുള്ള അധികാരം. 2, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള അധികാരം. 3, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം. 4, രോഗങ്ങളെ, അശുദ്ധാത്മാക്കളെയും പുറത്താക്കുവാനുള്ള അധികാരം. 5, പാപങ്ങളുടെ മേലുള്ള അധികാരം. 6, പ്രകൃതിയുടെ മേലുള്ള അധികാരം. 7, വാഗ്ദത്വത്തിനെതിരായ ജാതികളുടെ മേലുള്ള അധികാരം. 8, ജീവന്റെ വൃക്ഷത്തിൽ അധികാരം ലഭിക്കുന്ന ദൂതന്മാരെ കാട്ടിലും ഉന്നതമായ അധികാരം. 9, സ്തോത്രം, പട്ടണങ്ങളുടെ മേലുള്ള അധികാരം. 10, പണിയുവാനുള്ള അധികാരം. ഈ 10 അധികാരങ്ങളെയാണ് ഒരു ദൈവ പൈതലിന് ദൈവം നൽകിയിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ദൈവം അധികാരം നൽകുന്നത്? ദാസന്മാർക്ക്, ആരാധിക്കുന്നതിന്, ശിഷ്യന്മാർക്ക്, പ്രവാചകം വരെ കൃപാവരമുള്ളവർക്ക്, ജയജീവിതമുള്ളവർക്ക്, കർത്താവിന്റെ പ്രവർത്തികളെ അവസാനത്തോളം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, സ്തോത്രം, വസ്ത്രമലക്കുന്നവർക്ക്, വിശ്വസ്തരായിരിക്കുന്നവർക്ക്, അപ്പോസ്തലിക ശുശ്രൂഷയ്ക്കകത്ത് നിൽക്കുന്നവർക്ക്. ഇതാണ് അധികാരങ്ങളുടെ ആകത്തുക. സമയം ദീർഘിച്ചു പോയി. ഈ 4 രാത്രികളിലും നിങ്ങളോടൊപ്പം അധികാരങ്ങൾ എന്ന വിഷയത്തെ ഷെയർ ചെയ്യുവാൻ സ്വർഗം എനിക്ക് ഒരുക്കിയ വലിയ കൃപയ്ക്കും പദവിക്കുമായ സ്തോത്രം. ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതൊന്നും എൻ്റെ അറിവിൽ നിന്നല്ല, എൻ്റെ വിദ്യാഭ്യാസത്തിൽ നിന്നല്ല, എൻ്റെ കഴിവിൽ നിന്നല്ല, എൻ്റെ പ്രാപ്തിയിൽ നിന്നല്ല. അപ്പൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് നൽകിയ വെളിപ്പാട് മാത്രമാ. ഇതിനകത്തൊന്നും എൻ്റെതായിട്ടില്ല, എൻ്റെ ജ്ഞാനമോ ബുദ്ധിയോ ഒന്നുമില്ല. അപ്പൻ്റെ കൃപ മാത്രമാ. ദൈവ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്വർഗം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ കൂട്ടായ്മയ്ക്ക് എനിക്ക് അവസരം നൽകിയ അഭിഷിക്ത കർത്തൃദാസനോടും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള തന്റെ തീഷ്ണതയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുന്നതിന് നന്ദി.
താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.